ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. എൻ്റെ പേര് അപൂർവദാസ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്കൻഡ് വീക്ക് നമ്പർ 2 നമ്മൾ തന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സാറ്റർഡേ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 31 ചോദ്യങ്ങളുള്ള ഒരു PSC മോഡൽ ടെസ്റ്റാണ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. നമ്മളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. 3 മാസങ്ങൾ 3 months കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ള എല്ലാ പരീക്ഷകൾക്കും ഒരു കോമൺ പ്രിലിമിനറി എക്സാം ആണ്. ആ പ്രിലിംസിൻ്റെ സിലബസ് നമ്മൾ 3 മാസം കൊണ്ട് ഓരോ ആഴ്ചയും നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ തരും. അത് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് മുഴുവനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫുൾ കോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതിലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കൂടി ഇതിനോടൊപ്പം പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ആഡ് ചെയ്യുന്നതായിരിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് പർട്ടിക്കുലർലി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി പ്ലാൻ ആണ് ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിത്തിൻ 3 months നമ്മൾ അതിൻ്റെ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. കൃത്യമായി പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം പകുതിയോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് വൈൻഡപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സാറ്റർഡേ ടെസ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വീക്ക് നമ്പർ 2 നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് എന്ന് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. ഏതെല്ലാമായിരുന്നു? ഒന്നാമത്തേത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. ഒരു വിഷയം. അരിത്തമാറ്റിക്, സിമ്പിൾ അരിത്തമാറ്റിക്, മാത്സ് ആയിരുന്നു രണ്ടാമത്തെ വിഷയം. ഇംഗ്ലീഷ് ആയിരുന്നു മൂന്നാമത്തേതായിട്ടുള്ള വിഷയം. ഈ 3 വിഷയങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ആഴ്ചയിലെ ടോപ്പിക്കുകളിൽ തന്നിരുന്നത്. അവയെക്കുറിച്ചിട്ടുള്ള ചർച്ച തുടങ്ങുകയാണ്. ഞാനായിരിക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അരിത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ശിവകേശവ് ചർച്ച ചെയ്യും. ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ റീബയും നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സാറ്റർഡേ ടെസ്റ്റ് എടുത്ത ആളുകൾ വളരെ കൃത്യമായി അവരുടെ അപ്രോച്ച് കറക്റ്റ് ആയിരുന്നോ എന്നതൊന്ന് പരിശോധിക്കാനായിട്ടും നോക്കുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്കറിയാം PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെയും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെയും ഒരു മിക്സ് ആയിട്ടാണ് എക്സാം വരാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഹിസ്റ്ററിയിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ധാരാളം വല്ലാതെ ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുക എന്നീ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വായിച്ച് ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾ ആൻസറുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടും എലിമിനേഷൻ ടെക്നിക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു കംപ്ലീറ്റ് ഡിസ്കഷൻ വീഡിയോ, കഴിഞ്ഞ ആഴ്ചയുടെ ഡിസ്കഷൻ വീഡിയോ യൂട്യൂബ് ചാനലിൽ കിട്ടും. ഇത് 2ാമത്തെ ആഴ്ചയുടേതാണ്, കൊടുത്തിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി എന്ത് ചെയ്തിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഭരണഘടനയുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് കുറേയധികം വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, കുറേയധികം ഡേറ്റുകൾ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടുകൾ ധാരാളം വരുന്നൊരു ഭാഗം കൂടിയാണ് ഭരണഘടന. അതിനാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതലായിട്ട് പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഹു വാസ് the provisional president of the Constituent Assembly before Dr. Rajendra Prasad took over? ഇതാണ് ചോദ്യം. നോക്കൂ, നമ്മൾ ഈ വേറെ ഒരു കളറിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കീവേഡുകൾ ഉണ്ടാകും. ഈ കീവേഡുകളാണ് നമ്മളെ വളരെ വേഗത്തിൽ ആൻസറുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കീവേഡ് എന്താ? പ്രൊവിഷണൽ പ്രസിഡന്റ് ആര് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആരായിരുന്നു പ്രൊവിഷണൽ പ്രസിഡന്റ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു നമ്മളുടെ പ്രൊവിഷണൽ പ്രസിഡന്റ്. എന്താണ് പ്രൊവിഷണൽ പ്രസിഡന്റ്? അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാം, ടെമ്പററി പ്രസിഡന്റ്. ഇപ്പോൾ നമ്മൾ ടെമ്പററി എന്ന വാക്ക് ഉപയോഗിക്കാതെ പ്രൊവിഷണൽ എന്ന് തന്നത്, അങ്ങനെ ഒരു വാക്കും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം. ടെമ്പററി പ്രസിഡന്റ് എന്നും ചോദിക്കാം, പ്രൊവിഷണൽ പ്രസിഡന്റ് ഉണ്ട് എന്നും ചോദിക്കാം. നമ്മളുടെ ഒരു രീതി, നമ്മൾ ഫോളോ ചെയ്തൊരു രീതിയായിരുന്നു, ശരിക്കുള്ള പ്രസിഡന്റിനെ, സ്ഥിരമായിട്ടുള്ള പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട്, അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് താൽക്കാലികമായിട്ടൊരു പ്രസിഡന്റിനെ ഭരണഘടനാ സമിതിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. ഇതിന് നമ്മൾ ഫോളോ ചെയ്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ, അല്ലെങ്കിൽ ഫ്രാൻസിലെ അവിടുത്തെ പാർലമെന്റിൽ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. എന്തായിരുന്നു? നിലവിൽ അവിടെയുള്ള ഓൾഡസ്റ്റ് മെമ്പറെ, അല്ലെങ്കിൽ ദ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള മെമ്പറെ, ആ സമിതിയിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള മെമ്പർ എന്ത് ചെയ്യുക? താൽക്കാലിക പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുക എന്ന രീതി നമ്മൾ ഫോളോ ചെയ്തു. അപ്പോൾ ഫ്രഞ്ച് മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്തത്.
അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അതിനാലാണ് ഇദ്ദേഹത്തിനെ നമ്മൾ എന്ത് ചെയ്തത്? പ്രൊവിഷണൽ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ഓക്കെ ആണല്ലോ, സംശയങ്ങൾ അതിൽ ഒന്നും തന്നെ ഇല്ല എന്ന് വെച്ചു. സോ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്നുള്ളതാണ് നമ്മളുടെ ഇവിടത്തെ ആൻസർ വരുന്നത്. ഇനി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്നതിനോടൊപ്പം തന്നെ മറ്റൊരാൾ ഇതേപോലത്തെ ഒരു പേരിൽ ഒരാളുണ്ട്. ആരാണത്? സത്യേന്ദ്രനാഥ് സിൻഹ അല്ലെ. സത്യേന്ദ്രനാഥ് സിൻഹ എന്തായിരുന്നു? അത് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനായിരുന്നു സത്യേന്ദ്ര പ്രസാദ് സിൻഹ. അത് സത്യേന്ദ്ര പ്രസാദ് സിൻഹയാണ്, ഇത് സച്ചിദാനന്ദ സിൻഹയാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഏത് വർഷമായിരുന്നു? 1909 കൗൺസിൽസ് ആക്ട് അല്ലെ. മോർലി മിന്റോ റിഫോംസിലൂടെയാണ് ആദ്യമായി ഒരു ഇന്ത്യക്കാരൻ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ല, എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് സ്ഥാനം നേടുന്നത്. 1909 മോർലി മിന്റോ റിഫോംസ് ആയിരുന്നു, അല്ലെങ്കിൽ 1909 കൗൺസിൽസ് ആക്ട് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. അതാരായിരുന്നു? സത്യേന്ദ്ര പ്രസാദ് സിൻഹ. ഇത് സച്ചിദാനന്ദ സിൻഹ. മാറിപ്പോകരുത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമ്മൾ അങ്ങനെ പൂർത്തിയാക്കിയിരിക്കുന്നു. അറിയാത്ത പോയിന്റുകളും എക്സ്ട്രാ പോയിന്റുകളും എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇവിടത്തെ നമ്മുടെ സൺഡേ ഡിസ്കഷന്റെ ഉദ്ദേശം തന്നെ നോട്ട് ഡൗൺ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ കൃത്യമായി അപ്രോച്ച് ചെയ്തോ, അല്ലെങ്കിൽ ഇതേ ചോദ്യം വെച്ച് മറ്റ് ചോദ്യങ്ങൾ എന്തെല്ലാം വരാം, ഓപ്ഷൻസ് എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അംബേദ്കർ, രാജഗോപാലാചാരി, ജവഹർലാൽ നെഹ്റു, ഈ പേരുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അംബേദ്കർ നിങ്ങൾക്ക് അറിയാം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. രാജഗോപാലാചാരിയുടെ പേരുകൾ ചിലയിടങ്ങളിൽ വരുന്നുണ്ട്. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഏറ്റവും അധികം ആലോചിക്കേണ്ടത് അല്ലെ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഏറ്റവും അധികം നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ളത്. ഡിസംബർ 13 അദ്ദേഹം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ത് ചെയ്യുന്നത്? അവതരിപ്പിക്കുന്നത്. ഈ ഡേറ്റും പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? പ്രീആമ്പിൾ ആയിട്ട് മാറുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. The distribution of powers between the center and states in the Indian Constitution is based on the scheme provided in the. താഴെ തന്നിട്ടുള്ളവയിലെ ഏത് സ്കീമുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഏത് സ്കീമിലെ പ്രൊവിഷൻസ് ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയിലെ സെൻട്രൽ സ്റ്റേറ്റിനിടയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സിന്റെ ഒരു എന്താ പറയുക മാർഗദർശിയായിട്ട് മാറിയത് എന്നതാണ് ചോദ്യം. ഏതാണ് കൂട്ടുകാരെ? നമുക്ക് അറിയാം അല്ലെ. ആദ്യമായിട്ട് ഫെഡറൽ എന്ന് പറയുന്ന ആദ്യമായിട്ട് ഒരു ഫെഡറൽ സ്ട്രക്ചർ നമുക്ക് വിഭാവനം ചെയ്തു തന്ന, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടെറിട്ടറി അല്ലെങ്കിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ്സും, ഇവ രണ്ടും ഒന്നിച്ചു ചേരുന്ന ഒരു ഫെഡറേഷൻ ആദ്യമായി വിഭാവനം ചെയ്ത നമ്മുടെ ആക്ട് ആയിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഈ ആക്ടിലൂടെയാണ് ആദ്യമായി ഒരു ഫെഡറേഷൻ, ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്ന കൺസെപ്റ്റ് ആദ്യമായി മുന്നോട്ട് വെച്ച ആക്ട് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എന്നാൽ ഈ ഓൾ ഇന്ത്യ ഫെഡറേഷൻ നിലവിൽ വന്നിരുന്നില്ല. കാരണം എന്തായിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇതിലേക്ക് ചേരുന്നതിന് വേണ്ടിയിട്ട് വിസമ്മതിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 1935 ആക്ടിൽ വിഭാവനം ചെയ്ത ഓൾ ഇന്ത്യ ഫെഡറേഷൻ ഒരിക്കലും നിലവിൽ വരുന്നില്ല. അതുകൂടി ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഫെഡറൽ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് എന്ത് പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 1935 ആക്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിനാൽ തന്നെ നമ്മളെ ക്ലാസ്സിലെ നമ്മളുടെ സ്ലൈഡുകൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെ. നമുക്കറിയാം ടൈം ലൈൻ നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 30 മുതൽ 32 വരെയുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നായിട്ട് കഴിയുന്നുണ്ട്. ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? വൈറ്റ് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഇറക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനെയും പരിണിതഫലമായിട്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി ഒരു ഓൾ ഇന്ത്യ ഫെഡറേഷനെ വിഭാവനം ചെയ്ത ആക്ട് ആയിരുന്നു. 3 ലിസ്റ്റുകളിലായിട്ട് ഡിവിഷൻ ഓഫ് പവർ നമ്മുടെ ചോദ്യത്തിലേക്ക് വരികയാണ് അല്ലെ. ഡിവിഷൻ ഓഫ് പവർ എന്ന് പറയുന്ന 3 ലിസ്റ്റുകൾ കൃത്യമായിട്ട് അവർ പറയുകയാണ്. വൈസ്രോയ് സെൻട്രലിന്റെ അടുത്ത് എത്ര പവറുകൾ ഉണ്ടാകും, സ്റ്റേറ്റുകളുടെ അടുത്ത് എത്ര പവർ ഉണ്ടാകും, കൺകറന്റിലേക്ക് എത്ര പവറുകൾ പോകുമെന്ന് പറയുന്നു. ഇവയ്ക്ക് എല്ലാത്തിനും പുറമേ വരുന്ന റെസിഡ്യൂറി പവറുകൾ ആരുടെ കയ്യിലാണ്?
വൈസ്രോയിയുടെ കയ്യിലായിരുന്നു. പല തവണ ചോദ്യം വന്നിട്ടുള്ള പോയിന്റ് ആണിത്. റെസിഡ്യൂറി പവർ ആരുടെ അടുത്തായിരുന്നു? വൈസ്രോയിയുടെ അടുത്തായിരുന്നു. മനസ്സിലാവുണ്ടോ? സെൻട്രൽ പാർലമെന്റ് എന്നോ സ്റ്റേറ്റുകളെന്നോ കൺകറന്റ് എന്നോ തലത്തിലേക്കൊന്നും എന്താണ് നമുക്ക് പോയി നോക്കാൻ പറ്റില്ല. വൈസ്രോയിയുടെ കയ്യിലായിരുന്നു റെസിഡ്യൂറി പവറുകൾ. പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇപ്പോൾ നിലവിൽ നമ്മുടെ റെസിഡ്യൂറി പവറുകൾ ആരുടെ അടുത്താണ്? പാർലമെന്റിന്റെ കയ്യിലാണ് അല്ലെ? പാർലമെന്റ് ആണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും അല്ലെ, ആദ്യം വന്ന പിന്നീടാണ് IT എന്ന് പറയുന്ന വിഷയം വരുന്നത്. IT എന്തായിരുന്നു? റെസിഡ്യൂറി പവർ തലത്തിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അത് പാർലമെന്റ് ആണ് അതിലേക്ക് നിയമനിർമ്മാണങ്ങൾ നടത്തിയിരുന്നത് ആദ്യ കാലഘട്ടത്തില്. ഓക്കെ അല്ലേ? സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ സമയത്തെ 1935 സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടതുണ്ട്? പ്രധാനമായിട്ട്, അതായത് വളരെ പ്രധാനമായിട്ട് നടത്തിയൊരു സ്റ്റെപ്പായിരുന്നു ഡയാർക്കിയുടെ അബോളിഷ്മെന്റ്. ഏതായിരുന്നു? ഡയാർക്കിയുടെ അബോളിഷ്മെന്റ്. എന്താണ് ഡയാർക്കി? നമുക്കറിയാം അല്ലെ, 1919 ആക്ടിലൂടെ ഡയാർക്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രൊവിൻസുകളിൽ ചില സബ്ജക്റ്റുകൾ റിസർവ്ഡ് സബ്ജക്റ്റുകളായിട്ടും ചില സബ്ജക്റ്റുകൾ ട്രാൻസ്ഫേർഡ് സബ്ജക്റ്റുകളായിട്ടും എന്ത് ചെയ്തു? വരികയും ഈ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവരികയും ചെയ്തു. ഈ ഡയാർക്കി സിസ്റ്റം അബോളിഷ് ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം 1919 ആക്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സൈമൺ കമ്മീഷൻ വരുന്നുണ്ട് അല്ലെ. ഈ സൈമൺ കമ്മീഷൻ പറയുന്നുണ്ട് ഡയാർക്കി സിസ്റ്റം ഒരു പരാജയമാണ് എന്ന്. അതിനാൽ തന്നെ പ്രൊവിൻസുകളിൽ ഡയാർക്കി സിസ്റ്റം എന്ത് ചെയ്തു? വേണ്ടെന്ന് വെച്ചു. പ്രൊവിൻസുകൾക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി നൽകി. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊവിൻസുകൾക്ക് പ്രൊവിൻഷ്യൽ ഓട്ടോണമി ലഭ്യമാക്കി. ഇനി ഈ വേണ്ടെന്ന് വെച്ച ഡയാർക്കി സിസ്റ്റം, പ്രൊവിൻസുകളിൽ വേണ്ടെന്ന് വെച്ച ഡയാർക്കി സിസ്റ്റം സെൻട്രലിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ ദ സെന്റർ. സെന്ററിൽ എന്ത് ചെയ്തു? ചില സബ്ജക്റ്റുകൾ റിസർവ്ഡ് എന്നും ട്രാൻസ്ഫേർഡ് എന്നും ആക്കി മാറ്റുകയാണ്. പ്രൊവിൻസുകളിൽ പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊണ്ടുവരികയാണ്. ഈ ആക്ടിലൂടെ തന്നെയാണ് 1937 ബർമയെ വേർതിരിക്കുന്നത് എന്ന കാര്യം കൂടി ആലോചിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് വെല്ലിംഗ്ടൺ പ്രഭു, ലിൻഡിത്ഗോ, അവയൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇനി കൂടുതൽ വിശദീകരിച്ച് പറയാൻ പോകുന്നില്ല. അത് നിങ്ങൾ ആലോചിക്കുക. ആ കാര്യങ്ങളൊക്കെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ അതെന്ത് ചെയ്യുകയാണ്? വ്യാപിപ്പിക്കുകയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകളിലേക്ക്, സ്ത്രീകളിലേക്ക്, ലേബറുകളിലേക്ക്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന ആക്ട് ആണ് 1935 ആക്ട്. മറ്റൊരു രീതിയിൽ കൂടി ചോദിക്കാറുണ്ട്, ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഇത്ര ബൾക്കി ആയത്? അതായത് ഇത്രയധികം വലുപ്പമേറിയ ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇന്ത്യൻ ഭരണഘടന എങ്ങനെ മാറി എന്ന് ചോദിച്ചാൽ അത് 1935 ആക്ടിലൂടെ. കാരണം 1935 ആക്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിൽ, അഡ്മിനിസ്ട്രേഷൻ, അതായത് ഇന്ത്യയെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആക്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ഈ ആക്ടിൽ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ഡോക്യുമെന്റ് എന്തായി മാറി? ഒരു വലിയ തടിച്ച പുസ്തകമായിട്ടാണ് ഇത് മാറുന്നത്. ഈ 1935 ആക്ടിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പിന്നീടുള്ള ഭരണഘടനയിലേക്ക് നമ്മുടെ ഭരണഘടനയുടെ ഒരു ഹാഫ് പോർഷനിൽ കൂടുതൽ എന്താണ് 35 ഈ ആക്ടിൽ നിന്നുള്ള പല കാര്യങ്ങളാണ്. അതിനാൽ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന പേരിലും നമ്മുടെ ഭരണഘടനയെ ബൾക്കി ഡോക്യുമെന്റ് ആക്കാൻ, ഇത്രയും തടിച്ച ഡോക്യുമെന്റ് ആക്കാൻ, ഇത്രയും ബൃഹത്തായ ഒരു ഡോക്യുമെന്റ് ആക്കാനായിട്ടുള്ള കാരണമായതും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്, ഓർക്കേണ്ടതുണ്ട്. ഇനി വോട്ടവകാശത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഏതാണ്ട് 10% പോപ്പുലേഷന് ഈ ആക്ടിലൂടെ വോട്ടവകാശം ലഭിക്കുന്നുണ്ട്. RBIയുടെ ഫോർമേഷന് കാരണമാകുന്നത് ഈ ആക്ട് ആണ്. ഫെഡറൽ തലത്തിലും പ്രൊവിൻഷ്യൽ തലത്തിലും ജോയിന്റ് PSCകളും വരുന്നത് 1935 ആക്ടിലൂടെയാണ്. ഈ ആക്ടിന് ശേഷമാണ് ഫെഡറൽ കോർട്ട് 1937 എന്ത് ചെയ്യുന്നത്? പിന്നീട് നമ്മളുടെ സുപ്രീം കോർട്ടായിട്ട് മാറിയ ഫെഡറൽ കോർട്ട് 1937 നിലവിൽ വരാൻ കാരണമാകുന്നതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. കൃത്യമാണല്ലോ? എല്ലാ പോയിന്റുകളും ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. കൺസിഡർ ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ്. ശരിയായിട്ടുള്ള ആൻസർ ആണ് ചോദിച്ചിട്ടുള്ളത്, പ്രത്യേകം ഓർക്കുക. ദിസ് ആക്ട് പ്രൊവൈഡഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ ദ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻസ് വിത്ത് ദ എക്സിക്യൂട്ടീവ് കൗൺസിൽസ് ഓഫ് ദ വൈസ്രോയി ആൻഡ് ഗവർണർ. ഗവർണറുടെയും വൈസ്രോയിയുടെയും എക്സിക്യൂട്ടീവ് കൗൺസിലുകളിലേക്ക് ആദ്യമായി ഫസ്റ്റ് ടൈം ഇന്ത്യക്കാർ കടന്നു വരാൻ കാരണമായി. This act introduced a system of communal representation for Muslims by accepting the concept of separate electorates. ഇനി മൂന്നാമത്തെ വായിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമേ ഇല്ലല്ലോ. കമ്മ്യൂണൽ റെപ്രസെന്റേഷനും ആദ്യമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഒരു ഇന്ത്യക്കാരൻ വന്നതും ഏത് ആക്ടിലൂടെ ആയിരുന്നു? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 അല്ലെ, 1909 ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിലൂടെയാണ് ആദ്യമായി ഇന്ത്യക്കാർ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് വരുന്നതും അതുപോലെ തന്നെ കമ്മ്യൂണൽ റെപ്രസെന്റേഷൻ എന്ത് ചെയ്യുന്നത് വരുന്നതും അല്ലെ. നമുക്കറിയാം
മോർലി മിന്റോ റിഫോംസ് അല്ലെ. അതിനുശേഷമാണ് മിന്റോ മിന്റോ പ്രഭു ഏത് പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് അല്ലെ, ഫാദർ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണൽ ഇലക്ടറേറ്റ്സ് എന്നറിയപ്പെട്ടത് പിന്നീട് ആരായിരുന്നു? ലോർഡ് മിന്റോ ആയിരുന്നു അല്ലെ. നമ്മളുടെ ആ സമയത്ത് നമ്മളുടെ ഇവിടുത്തെ വൈസ്രോയി ആയിരുന്നു അല്ലെ. അപ്പോൾ മോർലി മിന്റോ റിഫോംസ് ആണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1909 എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത്. ഇവിടെയാണ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സത്യേന്ദ്ര പ്രസാദ് സിൻഹ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗമാകുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് മാറുന്നത്. മൂന്നാമത്തേത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എയും ബിയും അറിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് 909 ശരിയാണ്, 909 ആണ് എന്നുള്ളത് കിട്ടും അല്ലെ. ദിസ് ആക്ട് റിറ്റെയിൻഡ് ഒഫീഷ്യൽ മെജോറിറ്റി ഇൻ ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇത് ഒഫീഷ്യൽ മെജോറിറ്റി നിലനിർത്തി. പക്ഷേ എന്ത് ചെയ്തു? പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്ക് നോൺ ഒഫീഷ്യൽ മെജോറിറ്റി എന്ത് ചെയ്തു? അനുവദിച്ചു ആദ്യമായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതും എവിടെയാണ്? ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ചോദ്യവും നമ്മൾ അങ്ങനെ അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. ഒഫീഷ്യൽ കാലിഗ്രാഫർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരായിരുന്നു? ഫേമസ് ആണ്, പ്രേം ബെഹാരി നറൈൻ റായ്സാദ. അപ്പോൾ ഇദ്ദേഹമാണ് തന്റെ കൈയക്ഷരത്തിൽ, തന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നത്? ഭരണഘടന എഴുതി തയ്യാറാക്കുന്നത്. ഈ ഒരു ഇദ്ദേഹം എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഭരണഘടന ഇപ്പോഴും നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർലമെന്റിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സോ ഒഫീഷ്യൽ കാലിഗ്രാഫർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചോദ്യം വരുന്ന സമയത്ത് അത് കൃത്യമായി മനസ്സിലാക്കുക. ആരാണ് അത്? പ്രേം ബിഹാരി റായ്സാദയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? ദ ഒഫീഷ്യൽ കാലിഗ്രാഫർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് റായ്സാദയാണെന്നുള്ളത്. ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്? വേറെയും കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ കുറച്ചധികം വ്യക്തികളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ കാലിഗ്രാഫർ, ഒഫീഷ്യൽ ആയിട്ടുള്ള കാലിഗ്രാഫർ എന്ന ചോദ്യം മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ ഭംഗി കൂട്ടിയ ആരാണ് എഴുതിയത്, ആരായിരുന്നു ഇതിന്റെ ചെയർമാൻ, ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള അതിന്റെ ഹിന്ദി പതിപ്പ്, ഇംഗ്ലീഷ് പതിപ്പ്, ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് വരാറുണ്ട്. ആ ഭാഗങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ഈ ചോദ്യം എന്ത് ചെയ്യുക? പഠിക്കാൻ. നന്ദലാൽ ബോസിന്റെ പേര് വരാം, മനസ്സിലാവുന്നുണ്ടോ? നന്ദലാൽ ബോസിന്റെ പേര് എന്ത് ചെയ്യാം? മറ്റൊരു സ്ഥലത്ത് വരാം. അപ്പൊ കൃത്യമായിട്ട് എല്ലാ പേരുകളും കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതെല്ലാം വ്യക്തികളാണോ വരുന്നത്, അതായത് ഇപ്പൊ എന്താ പറയുക, ഓരോന്നും ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ. ആരായിരുന്നു? റാം മനോഹർ സിൻഹയുടെ പേര് വരും, നന്ദലാൽ ബോസിന്റെ പേര് വരും അല്ലെ. ശാന്തി നികേതനിൽ ഇരുന്നിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്? ഡെക്കറേറ്റ് ചെയ്യുന്നത് അല്ലെ. ഡെക്കറേറ്റ് ചെയ്യുന്ന പേരുകളിൽ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നന്ദലാൽ ബോസിന്റെ പേര് പ്രത്യേകം ആലോചിക്കാനായിട്ടുണ്ട് അല്ലെ. ഇനി ഇതിന്റെ ഹിന്ദി ഉണ്ട് അല്ലെ. ഹിന്ദി പതിപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ചെയ്ത ആളാരായിരുന്നു? വസന്ത് കൃഷ്ണ വൈദ്യ ആയിരുന്നു അല്ലെ. വസന്ത് കൃഷ്ണ വൈദ്യാണ് ഹിന്ദി പതിപ്പ് എഴുതുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികള്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റുകൾ, ഇവയെല്ലാം കൃത്യമായി ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹാഡ് two distinguished jurists and lawyers along with the chairman Dr. B.R. Ambedkar. ആരൊക്കെയായിരുന്നു ഈ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റുകൾ, ലോയേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ അല്ലാദി കൃഷ്ണസ്വാമി അയ്യരും KM മുൻഷിയുമാണ്. ഇവരുടെ നമ്മളുടെ പ്രിയാമ്പിളുമായി ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ എല്ലാം ധാരാളം എന്തുണ്ട്? കോട്ടുകൾ ധാരാളം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ കോട്ടുകൾ കൂടി അല്ലെ നമ്മളുടെ ഭരണഘടന, നമ്മൾ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പാണ്, രാഷ്ട്രീയ ജാതകമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. KM മുൻഷിയുടെ പേരുകളൊക്കെ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങൾ ഇതുമായി ചേർത്തിട്ട് ആലോചിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള, ഞാൻ നേരത്തെ ഞാൻ പിന്നെയും പറയാൻ കാരണം അതാണ്, ഈ ഭാഗത്ത് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പഠിക്കാറുള്ള പേരുകൾ, കോൺസ്റ്റിറ്റ്യൂഷനുമായി പഠിക്കാറുള്ള പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവുന്നത്? അപ്പൊ KM മുൻഷിയാണ് എന്ത് പറഞ്ഞിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ്, പ്രിയാമ്പിളിനെ കുറിച്ച്, ആമുഖം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാരാണ്? KM മുൻഷിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കോട്ടുകളും മറ്റും എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ ആണല്ലോ? സംശയങ്ങളില്ലല്ലോ? ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഓക്കെ, ഇതാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങളുടെ പേരുകളാണ്.
പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട് ഈ പേരുകൾ തന്നെ. കഴിഞ്ഞ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസിന് പോലും 4 പേരുകൾ തരും, എന്നിട്ട് അതിൽ ഒരു പേര് എന്തായിരിക്കും, ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള ആളായിരിക്കില്ല, അത് തിരിച്ചറിയുക എന്നതായിരിക്കും ചോദ്യം. അതുകൊണ്ട് ഈ പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇവർ ഇരുന്ന് കാണാണ്ട് പഠിക്കുകയല്ല, പേരുകൾ തന്നു കഴിഞ്ഞാൽ അതിലുള്ള ആളാണോ ഇല്ലാത്ത ആളാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എന്ത് വേണം, നിങ്ങൾക്കുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണേ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റൈറ്റ് പെയർ. നോക്കൂ, ഇതിലെ ശരിയായ പെയർ ഏതെന്നാണ് ചോദിക്കുന്നത്. ചാർട്ടർ ആക്ട് ഓഫ് 1833, ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഇൻട്രൊഡക്ഷൻ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858, ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. ചാർട്ടർ ആക്ട് ഓഫ് 1853, ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഈ മൊത്തത്തിലുള്ള ഒരു എന്താ പറയുക കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ഇതിൽ ഏതെല്ലാമാണ് ശരി എന്നാണ് കൂട്ടുകാർക്ക് തോന്നുന്നത് എന്നതാണ് ചോദ്യം. ഒന്ന് ആലോചിക്കൂ നിങ്ങൾ. നോക്കൂ, ഇതിന്റെ ആൻസർ വരുന്നത് 2 and 3 ഓൺലി എന്ന് പറയുന്നതാണ്. ഓരോന്നായി എടുത്ത് ഞാൻ കാരണങ്ങൾ പറയാം, കൃത്യമായി കേൾക്കുക. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യമായി രൂപീകരിക്കാൻ കാരണമാകുന്നത് 1853 ചാർട്ടർ ആക്ടിന് ശേഷമാണ്. അതായത് ഈ ചാർട്ടർ ആക്ട് 1853 ആക്ട് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സെപ്പറേഷൻ ഓഫ് legislative body and എക്സിക്യൂട്ടീവ് ബോഡി ആദ്യമായി നടക്കുന്നത്. സെപ്പറേഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് ബോഡി ആൻഡ് എക്സിക്യൂട്ടീവ് ബോഡി ആദ്യമായി നടക്കുന്നത് ചാർട്ടർ ആക്ട് ഓഫ് 1853. അതായത് ലെജിസ്ലേഷന് വേണ്ടിയിട്ട് ഒരു 6 മെമ്പർ സെപ്പറേറ്റ് ബോഡി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഉണ്ടാക്കുകയാണ്. ഇതാണ് പിന്നീട് എന്തായിട്ട് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സെൻട്രൽ കൗൺസിൽ എന്നീ പേര്, സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നീ പേരുകളിലൊക്കെ പിന്നീട് അറിയപ്പെടുന്നത് ലെജിസ്ലേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള 6 മെമ്പർ ബോഡിയാണ്. അപ്പൊ ആദ്യമായിട്ട് സെപ്പറേഷൻ ഓഫ് ലെജിസ്ലേഷൻ എന്ത് ചെയ്യുകയാണ്, നടക്കുകയാണ്. അതായത് നിയമം നിർമ്മിക്കാനായിട്ടും അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുമുള്ള 2 ബോഡികൾ എന്ന തലത്തിലേക്ക് ഇവയെ 2 ആക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് നടക്കുന്നത് എപ്പോഴാണ്, ഈ ചാർട്ടർ ആക്ട് ഓഫ് 1853 അങ്ങനെയാണ് ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ത് ചെയ്യുന്നത്, പിന്നീട് രൂപീകരിക്കപ്പെടുന്നത് ഈ തലത്തിലാണ്. സോ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരണത്തിന് കാരണമാകുന്നത് 33 ആക്ട് അല്ല എന്ന് പ്രത്യേകം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ, സംശയം? അപ്പൊ ഒന്നല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ഏതാണ്, 2ഉം 3ഉം പോയി കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 2 and 3 ഓൺലി ആണോ, നൺ ഓഫ് ദ എബോവ് ആണോ എന്നേ നമുക്ക് എന്ത് ചെയ്യേണ്ടതുള്ളൂ, അറിയേണ്ടതുള്ളൂ. അപ്പൊ സെക്കൻഡിലേക്ക് വരിക നമ്മൾ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919, ഇൻട്രൊഡക്ഷൻ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണോ? തീർച്ചയായും അല്ലെ. ഒരു ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്നു, ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന തലത്തിലേക്ക് ആദ്യമായിട്ട്. റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന് വെച്ചാൽ എന്താണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അല്ലെ. അപ്പൊ ആദ്യമായി ഒരു പ്രോപ്പർ ഡയറക്റ്റ് ഇലക്ഷൻ എന്നുള്ള തലത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ നടക്കുകയും പിന്നീട് എന്ത് ചെയ്യുകയാണ്, റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന തലത്തിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഗവൺമെന്റ് മാറുകയും ചെയ്യുന്നത് 1919 ആക്ടിലൂടെ തന്നെയാണ്. അതുകൊണ്ട് ഇത് ശരിയായിട്ടുള്ള കാര്യമാണ്. സോ അതുപോലെ തന്നെ റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് വ്യക്തമായിട്ട് 1917 എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദ്യമായി പറയുകയാണ് അല്ലെ, റെസ്പോൺസിബിൾ ഗവൺമെന്റ് കൊണ്ടുവരികയാണ് നമ്മുടെ ഉദ്ദേശം എന്ന് ആദ്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രസംഗം നടക്കുന്നുണ്ട് അല്ലെ. ഇതുമായി ചേർത്തുകൂടി എന്ത് ചെയ്യുക, 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 അല്ലേ, ആദ്യമായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ വരുന്നത് 857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്ത് ചെയ്യുകയാണ്, കമ്പനിയിൽ നിന്ന് ക്രൗൺ അധികാരം ഏറ്റെടുത്ത് വരുന്ന ആദ്യത്തെ ആക്ട് ആണ് അല്ലെ. ഇന്ത്യയിലെ സദ്ഭരണത്തിന് വേണ്ടിയുള്ള ആക്ട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അല്ലെ. റെസ്പോൺസിബിൾ ഗവൺമെന്റ് എന്ന തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നീട് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിന്റെ ഒരു തുടക്കം എന്താണ് നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഈ റെസ്പോൺസിബിൾ തലത്തിലല്ല, കമ്പനിയുടെ അടുത്ത് കൊടുക്കാണ്ട് പാർലമെന്റ് ഡയറക്ട്ലി ഏറ്റെടുക്കുക എന്ന തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ദ ഓഫീസ് ഓഫ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. ആരായിരുന്നു ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്? ലോർഡ് സ്റ്റാൻലി ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 3ഉം ശരിയാണ്. അപ്പൊ 3 ശരിയാണ് അല്ലെ. 1 തെറ്റാണെന്നും 3 ശരിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഉടനെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1 ശരിയല്ലെന്ന് അറിയുമ്പോൾ നമുക്ക് 2ഉം 3ഉം കളഞ്ഞു. നൺ ഓഫ് ദ എബോവ് ആണോ, 2 and 3 മാത്രമാണോ നോക്കണം അല്ലെ. 3 ശരിയാണെന്ന് കിട്ടുന്നതുകൊണ്ടിട്ട് എന്താണ്, ഇതും കിട്ടി. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ട, 1നും 3നും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം. Who was the chairman of
കോൺസ്റ്റിറ്റ്യുവന്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. നമ്മൾ ഉൾപ്പെടുത്തണമെന്ന് ആലോചിച്ചതായിരുന്നു, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ആരും തെറ്റിക്കരുത്, ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, മേജർ കമ്മിറ്റികളുണ്ട്. മേജർ കമ്മിറ്റികളിൽ ഓരോന്നിൻ്റെയും ചെയർമാൻമാർ ആരായിരുന്നുവെന്ന് ആലോചിക്കുക. സ്റ്റേറ്റ്സ് കമ്മിറ്റി ഉണ്ട് അല്ലെ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കമ്മിറ്റി ഉണ്ട്. അങ്ങനെ ഓരോരോ കമ്മിറ്റികളുടെയും ചെയർമാൻമാരുണ്ട്. ആ ചെയർമാൻമാർ ആരെല്ലാം ആയിരുന്നുവെന്ന്, അതായത് നിങ്ങൾ ഓർക്കേണ്ട പേരുകൾ ഇത്രയുമാണ്: ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേല്, രാജേന്ദ്ര പ്രസാദ്. ഈ 3 പേരുകൾ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികളുടെ ചെയർമാൻമാരുടെ, മേജർ കമ്മിറ്റികളുടെ ചെയർമാൻമാരായിട്ട് വരുന്നുണ്ട്. ഈ 3 പേരുകൾ ആലോചിക്കുക. ഇവര് ഏതൊക്കെ മേജർ കമ്മിറ്റികളുടെ ചെയർമാൻമാരായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ബി ആർ അംബേദ്കർ ആണ്. അദ്ദേഹം എന്തിന്റെ ചെയർമാനാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മാത്രം ചെയർമാനാണ്. ഈ 3 പേരുകൾ, ജവഹർലാൽ നെഹ്റു, സർദാർ പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, ഈ 3 പേരും 2 വീതം പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ ചെയർമാൻമാരായിട്ട് മാറുന്നുണ്ട്. അവ പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരുന്ന പഠന വിഷയം. അടുത്ത നോക്കൂ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ബ്രിട്ടീഷ് ഇന്ത്യൻ ആക്ട്സ് ended the system of double government by abolishing the Board of Control and Court of Directors? ഏതായിരുന്നു? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 അല്ലെ, അതായത് പിറ്റ്സ് ഇന്ത്യ ആക്ട് അല്ലെ. പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെ 1784 പിറ്റ്സ് ഇന്ത്യ ആക്ടിലൂടെയാണ് എന്ത് വരുന്നത്? ആദ്യമായിട്ട് ഡബിൾ ഗവൺമെന്റ് സിസ്റ്റം വരുന്നത്. ഡബിൾ ഗവൺമെന്റ് ആണ് ബോർഡ് ഓഫ് കൺട്രോളും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും. അപ്പൊ പൊളിറ്റിക്കൽ തലത്തിലുള്ള, മിലിറ്ററി തലത്തിലുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് ഒരു വിഭാഗവും, കൊമേഴ്ഷ്യൽ തലത്തിലുള്ള കാര്യങ്ങൾ നോക്കാൻ മറ്റൊരു ആൾക്കാരും എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്? കാര്യങ്ങൾ പോവുകയാണ്. അപ്പൊ ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യും? ബാക്കിയുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, മിലിറ്ററി തലത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ നോക്കും അല്ലെ. അപ്പോ കൊമേഴ്ഷ്യൽ കാര്യങ്ങളും പൊളിറ്റിക്കൽ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? വളരെ വ്യക്തമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യും? ഇനി പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, മിലിറ്ററി തലത്തിൽ ഗവൺമെന്റ്, ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ളൊരു കൺട്രോൾ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വഴി ഡബിൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. ഓക്കെ ആണല്ലോ. ഇതില്ലാതാകുന്നത് എപ്പോഴാണ്? 1858 കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ്, ക്രൗൺ ഡയറക്ട്ലി ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ഇനി 2 തലത്തിലുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. ഇനി കമ്പനി ഇല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഡബിൾ ഗവൺമെന്റിന്റെ ആവശ്യവും ഇല്ലാണ്ട് ആവുകയാണ്. അതിനെ അബോളിഷ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. ലോജിക്കും ഓർമ്മിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി? പിറ്റ്സ് ഇന്ത്യ ആക്ടുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടരുത്. കാരണം ആദ്യമായി റെക്കഗ്നൈസ് ചെയ്യുകയാണ്. അത് ഏതിലായിരുന്നു? അത് റെഗുലേറ്റിംഗ് ആക്ടിലൂടെ ആയിരുന്നു. 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് എന്ത് വരുന്നത്? ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത് അല്ലെ. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കമ്പനിക്ക് എന്ത് ചെയ്യാം? പൊളിറ്റിക്കൽ ആൻഡ് ഒരു കൊമേഴ്ഷ്യൽ ബോഡി എന്ന തലത്തിൽ നിന്ന് മാറി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള അധികാരങ്ങൾ കൂടി റെക്കഗ്നൈസ് ചെയ്യുകയും അതിനെ എന്തിന്റെ അടിയിലേക്ക് വരികയാണ്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അടിയിലേക്ക് പതുക്കെ കൊണ്ടുവരുന്നു തുടങ്ങുകയും ഈ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് തലങ്ങൾ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അടിയിലേക്ക്, ക്രൗണിന്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സ്റ്റെപ്പുകളും ആരംഭിക്കുകയും കമ്പനിയെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുകയും ഇവയെല്ലാം കൂടി സംഭവിക്കുന്ന ആക്ട് ആയിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്ന കാര്യം പ്രത്യേകം ആലോചിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ. ഇനി നേരത്തെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. എന്താണ്? ചാർട്ടർ ആക്ട് ഓഫ് 1853 ഫൈനൽ സ്റ്റെപ്പ് ഓഫ് ടുവേർഡ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് 1853 ആയിരുന്നോ? അല്ല. എന്തുകൊണ്ടാ? ഈ ഫൈനൽ സ്റ്റെപ്പ് ഓഫ് സെൻട്രലൈസേഷൻ നടക്കുന്നത് ആക്ട് ഓഫ് 1833 ചാർട്ടർ ആക്ട് ഓഫ് 1833. ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മുടെ PDF തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയുകയാണ്, ഈ ആക്ടിലാണ് ആദ്യമായി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത് അല്ലെ. ബോംബെയിന്റെയും മദ്രാസിന്റെയും ലെജിസ്ലേഷൻ നടത്താൻ, ലെജിസ്ലേറ്റീവ് പവറുകൾ എടുത്തു കളയുന്നത് ഇതേ ആക്ടിലാണ് അല്ലെ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഒരു സ്ഥലത്തേക്ക് പവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെൻട്രലൈസേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് ആയിരുന്നു 1833 ആക്ട് അല്ലെ. പിന്നീട് ഇത് തിരിച്ചു കൊടുക്കുന്നത് എപ്പോഴാ? 1861 കൗൺസിൽസ് ആക്ടിലൂടെയാണ്. പിന്നെ ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് വീണ്ടും ആരംഭിക്കുന്നത്. സോ 1833 ചാർട്ടർ ആക്ട് ആണ് ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ് സെൻട്രലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് കൂടി ആലോചിക്കുക. ഇത് ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയിരുന്നു, അതുകൊണ്ടൊന്ന് വന്ന് പറഞ്ഞു തന്നു പോയതാണ്. അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞല്ലോ. അടുത്ത ചോദ്യം. The idea of constituent assembly was first proposed by ആരായിരുന്നു?
MN റോയ് അല്ലെ. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന MN റോയ് ആണ് തന്റെ തന്നെ പ്രസിദ്ധീകരണത്തിലൂടെ എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമുക്ക് വേണമെന്ന് പറഞ്ഞ ആദ്യത്തെ ഇൻഡിവിജ്വൽ ഇദ്ദേഹമായിരുന്നു അല്ലെ. അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ ആളുകളായിട്ട് പ്രസ്ഥാനങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്, കോൺഗ്രസ് ഇത് പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്, അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്. ഇതിനെല്ലാം ഇടയിൽ 1928 നെഹ്റു റിപ്പോർട്ട് നിങ്ങൾ മറക്കരുത്. എന്താണ് നെഹ്റു റിപ്പോർട്ട്? ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കുന്ന നെഹ്റു ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. അത് ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്, നമ്മളെ ജവഹർലാൽ നെഹ്റു അല്ല. മനസ്സിലാവുന്നുണ്ട്? നെഹ്റു റിപ്പോർട്ട് എന്തിനാ 1928 നെഹ്റു റിപ്പോർട്ട് വരുന്നത്? അതായത് 1919 മോണ്ടേഗു ചെംഫോർഡ് റിഫോംസ് എന്താണ്, അതിൽ ഡയാർക്കി സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. ഈ ഡയാർക്കി സിസ്റ്റം ഒക്കെ പരാജയമായിരുന്നു. 1919 ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1927 എന്ത് വരുന്നത്, സൈമൺ കമ്മീഷൻ വരുന്നത്. ഈ സൈമൺ കമ്മീഷൻ അറിയപ്പെടുന്ന ഏത് പേരിലായിരുന്നു? ഓൾ വൈറ്റ് കമ്മീഷൻ എന്ന പേരില്ല. എന്താ ഓൾ വൈറ്റ് കമ്മീഷൻ? ഇതിൽ ഒരൊറ്റ ഇന്ത്യക്കാരൻ കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈമൺ കമ്മീഷനോട് നമ്മൾ എന്ത് പറഞ്ഞു? സൈമൺ ഗോ ബാക്ക് എന്ന് വിളിച്ച് നമ്മൾ കറുത്ത കൊടികളുമായി നമ്മൾ എന്ത് ചെയ്തു? കരിങ്കൊടികളുമായിട്ട് സൈമൺ കമ്മീഷനെ സ്വീകരിച്ചു. ഇത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടാക്കി. ഈ സൈമൺ കമ്മീഷനെ നമ്മൾ എന്ത് ചെയ്തു? പുറത്താക്കണം, ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്തു അല്ലേ. ഇതിനെ തുടർന്ന് ഒരു വെല്ലുവിളി അന്നത്തെ ആളുകൾ വെല്ലുവിളിക്കുക. നിങ്ങൾ ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഭരണഘടന ഉണ്ടാക്കാൻ പറ്റുമോ, അതിനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനെതിരായിട്ടുള്ള മറുപടിയായിരുന്നു നെഹ്റു റിപ്പോർട്ട്. 1928 നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു ഭരണഘടനയുടെ ഒരു മോഡൽ ഉണ്ടാക്കുകയാണ്. അതാണ് ഏതാണ്ട് നെഹ്റു റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായോ? ഇതുകൂടി നിങ്ങൾ ആലോചിക്കണം. ഇതിൽ ഇന്ത്യക്ക് ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ആളുകൾ ഇതിനെ നഖശികാന്തം എതിർക്കുന്നുണ്ട് പിന്നീട്. മനസ്സിലാവുന്നുണ്ടോ? ആരാണ് ഇത് വേണമെന്ന് പറയുന്നത്? ഡൊമീനിയൻ സ്റ്റാറ്റസ് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് പൂർണ്ണ സ്വരാജാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഈ നെഹ്റു റിപ്പോർട്ടിനെ മോത്തിലാൽ നെഹ്റുവിന്റെ മകനായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നതും നമുക്ക് കാണുന്നതിന് വേണ്ടി തോന്നുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ആലോചിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ. അറിയാവുന്നതല്ലേ നമുക്ക്? റെഗുലേറ്റിംഗ് ആക്ട് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, മോണ്ടേഗു ചെംഫോർഡ് റിഫോംസ് 1919, മോർലി മിൻഡോ റിഫോംസ് 1909. വർഷങ്ങൾ കൃത്യമായിട്ട് നോക്കുക, ക്രോണോളജി നിങ്ങൾ തന്നെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. ഇനി ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ഏതാണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ. സ്റ്റേറ്റ്മെന്റ് 1, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ 26th November every year ടു പ്രൊമോട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എമംഗ് സിറ്റിസൺസ്. ശരിയാണ് അല്ലെ. ഇനി സ്റ്റേറ്റ്മെന്റ് 2, on 26th November 1949, the Constituent Assembly of India set up a drafting committee under the chairmanship of Dr. B.R. Ambedkar to prepare the draft Constitution of India. ഇത് ശരിയാണോ? ഇത് ശരിയല്ല. 26th November 1949 എന്താ നടന്നത്? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസമായിരുന്നു അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസം അല്ലെങ്കിൽ എനാക്ട് ചെയ്ത ദിവസമായിരുന്നു ഈ ദിവസം. അതിനാലാണ് നമ്മൾ 26 November 1949 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് കൊണ്ടാടുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ദിവസം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 26th January 1950. ഈ ദിവസമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ ഒരു സോവറീൻ നേഷനായി മാറിയതെന്ന്, ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയതെന്ന് January 26th 1950. ഓക്കെ അല്ലേ? സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യം, ഹു പ്രിപ്പയർഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ February 1948? ആരായിരുന്നു ഇത് തയ്യാറാക്കിയത്? BN റാവു ആയിരുന്നു. പലരും ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ നമ്മുടെ SN മുഖർജി ആണല്ലോ, അതിനാൽ SN മുഖർജി ആയിരിക്കുമെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്ല, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു. കോൺസ്റ്റിറ്റ്യൂവന്റ് അഡ്വൈസർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ ആയിരുന്ന BN റാവു ആണ് നമ്മളുടെ ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷം 1948 ഫെബ്രുവരിയിൽ ജനങ്ങൾക്ക് എല്ലാവർക്കും ഓപ്പൺ ആക്കിക്കൊണ്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. BN റാവു ആണെന്ന് പ്രത്യേകം ആലോചിക്കുക, SN മുഖർജി അല്ല.
ഓക്കെ ആണല്ലോ. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ എവിടെ കാണുന്നത്, പൊളിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട നമ്മൾ ഡയറക്റ്റ് ചോദ്യങ്ങൾ കൂടി നമ്മൾ കുറച്ചധികം ഉൾപ്പെടുത്തിയിട്ട് ഇപ്രാവശ്യം വെറുതെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടല്ല. കാരണം പ്രിലിംസിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും മിക്സ് ആയിട്ടാണ് വരുന്നത്. മെയിൻസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വലിയ വലിയ ചോദ്യങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത്. അതിനാൽ ഡയറക്റ്റ് ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും മിക്സ് ആക്കി കൊണ്ടിട്ടുള്ള ഒരു പേപ്പറാണ് ഇപ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. പൊളിറ്റിയുടെ ചർച്ച നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളോട് മാത്സിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ ശിവകേശവും അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ റീബയും വരുന്നതായിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. അടുത്ത വീക്കെൻഡ് ഡിസ്കഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഹലോ കൂട്ടുകാരെ, സോ നമ്മൾ കഴിഞ്ഞ വീക്ക്ലി ടെസ്റ്റിന്റെ ഡിസ്കഷന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. സോ നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടു എന്ന് കരുതുന്നു. നമ്മളിനി 10 ക്വസ്റ്റ്യൻ മാത്സ് കൂടി അല്ലെ, ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന പോർഷനിൽ നിന്ന് കുറച്ച് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എല്ലാവർക്കും എല്ലാ ആൻസറും കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അഥവാ കിട്ടിയിട്ടില്ല എങ്കിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംഗതി റിവൈസ് ചെയ്ത് ഒന്ന് ധാരാവാക്കി പോകാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഈ പറഞ്ഞ എക്സ്പ്രഷൻ്റെ അല്ലേ. സോ എന്താണ്, ബോർഡ് മാസ് ആണ് അല്ലേ. നമ്മൾ ബോർഡ് മാസിനെ പറ്റി അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് ആണ്, എല്ലാവർക്കും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും ഒക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വലിയ കാര്യമൊന്നുമല്ല അല്ലേ, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. എന്നാൽ ബോർഡ് മാസ് എന്നൊരു കൺസെപ്റ്റ് കൂടിയുണ്ട്. ഫസ്റ്റ് ബ്രാക്കറ്റ്, പിന്നെ ഓർഡർ, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു എക്സ്പ്രഷനെ സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. സോ ബേസിക്കലി ഇവിടെ ബ്രാക്കറ്റിനകത്ത് ആരുള്ള, ബ്രാക്കറ്റിനകത്ത് 6 into 4 ഉണ്ടല്ലേ. 6 into 4 ഉണ്ട്, വിച്ച് ഇസ് 24 ഡിവൈഡഡ് ബൈ 12 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8 മൈനസ് 9. ഇവിടെ ഓർഡർ ഉണ്ടോ? ഇല്ല, ഓർഡർ ആയിട്ടൊന്നും ഇല്ല. ദെൻ കംസ് ഡിവിഷൻ അല്ലേ, ദെൻ കംസ് ഡിവിഷൻ. സോ ഡിവിഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യാം. 24 ഡിവൈഡ് ബൈ 12 എത്രയാ, 2 ആണ്. സോ 2 പ്ലസ് 72, ദെൻ 72 ഡിവൈഡഡ് ബൈ 8 ആണ് അല്ലേ. സോ ഇത് കട്ട് ചെയ്യാം. സോ ഒന്നുകൂടെ എഴുതാം നമുക്ക്. 2 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്, 9 ആണ്. സോ 9 മൈനസ് 9. സോ എന്തായിട്ട് വരും, ഈ 9 കട്ടായി, ആൻസർ 2 ആണ് അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 2 ആണെന്ന്. നിങ്ങൾക്കും 2 തന്നെയായിരിക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈൻ, ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. സോ ബേസിക് ഓപ്പറേഷൻ തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് 2 numbers എക്സ് ആൻഡ് എക്സ് പ്ലസ് 5 is 39 അല്ലേ. ഒരു നമ്പറും പിന്നെ അതിനും 5 ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ അല്ലേ. സോ എക്സും then x plus 5 ഇതിന്റെ രണ്ടിന്റെയും സം എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത് 39 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, x plus x 2x ആണ്, x plus x 2x ആണ്, x plus x 2x. so 2x plus 5 is equal to 39, 2x is equal to 34 and x is equal to 70. സോ ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ആൻസർ ഡി. ഓക്കെ ഫൈൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും നമുക്കൊരു ബേസിക് ഓപ്പറേഷൻ ഇൻ ബോർഡ് മാസ് റൂൾ അല്ലേ. സോ ബോർഡ് മാസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിച്ചവരുണ്ട് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത്, ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. സോ ബ്രാക്കറ്റിനകത്ത് ആദ്യം 2 ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ, 2 ബ്രാക്കറ്റ് ഉണ്ട്. സോ ഇനീഷ്യലി അകത്തുള്ള ബ്രാക്കറ്റ് നമുക്ക് സോൾവ് ചെയ്യാം. സോ -1 into 3 minus 28 minus 25 ആണ്. സോ -25 divided by 5 minus 2 into 24 divided by 6. സിമ്പിൾ അല്ലേ. ദെൻ ബ്രാക്കറ്റ് ഉള്ള നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ. സോ -25 divided by 5 എത്രയാണ്. സോ എനി നമ്പർ നെഗറ്റീവ് നമ്പർ ബൈ പോസിറ്റീവ് നമ്പർ, ആൻസർ എന്തായിരിക്കും, ആൻസർ നെഗറ്റീവ് തന്നെയായിരിക്കും. അതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ -25 divided by 5 എത്രയായിരിക്കും, -5 ആയിരിക്കും. ആൻഡ് -1 into -5 minus 2 into 24 ഡിവൈഡഡ് ബൈ 6. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറും, -1 into -5 minus 2 into 24 divided by 6 4 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി, ഈ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് സോൾവ് ചെയ്യണം അല്ലേ. -1 into -5 5 ആണ്. സോ എ നെഗറ്റീവ് നമ്പർ ഇൻ നെഗറ്റീവ് നമ്പർ വിൽ ബി പോസിറ്റീവ്. നെഗറ്റീവ് നമ്പർ ഇൻ നെഗറ്റീവ് നമ്പർ വിൽ ബി പോസിറ്റീവ്. സോ ഇവിടെ -1 into -5 എന്താകും, 5 ആകും. സോ 5 minus 2 into 4 അല്ലേ. 2 into 4 എത്രയാണ്, 2 into 4 8 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ്, -3. 5 minus 8 -3. ഇതും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. -3 ആണ് ആൻസർ. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ. ദെൻ കംസ് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ, 5x by 4 plus 1 by 2 is equal to 2x minus 1 by 2. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലേ. ബേസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ. എന്ത് ചെയ്താൽ മതി, ഒറ്റ സ്റ്റെപ്പിൽ പരിപാടി കഴിയും. എങ്ങനെയാണ്, 5x by 4 minus 2x is equal to 1 by 2 plus 1 by 2.
സോറി ഇനി -1/2 പ്ലസ് -1/2 ഇതാണ് സംഗതി വരുന്നത് അല്ലേ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ബാക്കി പരിപാടികളങ്ങ് ചെയ്യാം. സോ LCM എടുക്കുമ്പോൾ എങ്ങനെ വരും? LCM എടുക്കുമ്പോൾ 5x minus 8x by 4 is equal to -1/2 plus 1 -1/2 എത്രയാണ്? -1 ആണ്. സോ 5x minus 8x which is -3x. ഇനി ഈ 4 ഇങ്ങോട്ട് പോകും അല്ലേ. 4 റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ എന്തായി? -1 into 4 which is -4. സോ x എത്ര കിട്ടി? x 4/3. x 4/3. എന്തുകൊണ്ടാണ് 4/3 വന്നത്? -4 by -3. -a/-b എന്താണ്? a/b ആണ് അല്ലേ. രണ്ട് നമ്പർ നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇതും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ സി. ബേസിക് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഒന്നുമില്ല. ബേസിക് മാത്തമാറ്റിക്സ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻ, ദെൻ കംസ് ഓക്കെ. ഇത് ബേസിക്കലി എന്താണ്? ബേസിക്കലി ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ട്വീക്ക് ആയിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ ചെറിയൊരു ട്വീക്ക് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഉള്ളൊരു ഓപ്പറേഷൻ തന്നെയാണ്. ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. മൾട്ടിപ്ലൈയും ഡിവിഷനും മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ ഇവിടെ കുറച്ച് രീതിയിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇത് ബേസിക്കലി നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിനെയും അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സ്കിൽസിനെയും ഒരേ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അതുകൊണ്ടാണ് ആ ഒരു വെറൈറ്റി ഇവിടെ പ്ലേസ് ചെയ്തിരുന്നത്. സോ ഇഫ് ക്യൂ മീൻസ് ആഡ് ടു, ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് എന്നാണ്, ജെ മീൻസ് മൾട്ടിപ്ലൈ, ടി മീൻസ് സബ്ട്രാക്ട് ആൻഡ് കെ മീൻസ് ഡിവൈഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുമ്പോൾ കെ എന്താണ്? കെ മീൻസ് ഡിവൈഡ് എന്നാണ് കേട്ടോ. സോ 26 ഡിവൈഡഡ് ബൈ 2. ഇനി ക്യൂ എന്താണ്? ക്യൂ ഇസ് ആഡ് ടു. സോ എന്താണ് അവിടെ? പ്ലസ് വരും, +3. ഇനി ജെ എന്താണ്? ജെ മൾട്ടിപ്ലൈ ബൈ ആണ്. സോ ജെ മൾട്ടിപ്ലൈ ആകുമ്പോഴത്തേന് 3 into 6. ഇനി ടി സബ്ട്രാക്ട് ആണ്. സോ 6 - 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഫുൾ ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്തു? റീറൈറ്റ് ചെയ്തു അല്ലേ. ഇക്വേഷൻ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്തു. ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത ബോർഡ് മാസ് തന്നെ. സോ സംഗതി ബോർഡ് മാസ് ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു, എന്നാൽ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്തു എന്ന് മാത്രം. 26 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 13 പ്ലസ് 3 into 6 - 4. ഇനി എന്താണ്? 13 into 13 plus 3 into 6 ആണ് അല്ലേ. സോ ദാറ്റ് മീൻസ് അതെന്തായി? 18 ആയിട്ട് മാറി. ദെൻ -4. സോ എന്തൊക്കെ എന്ത് ചെയ്യാം? ആൻസർ എത്ര വരും? 13 plus 18 31 ആണ്. 31 minus 4 which is 27. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ മോഡലിനായിരുന്നു. എന്നാൽ ചെറിയൊരു വ്യത്യാസം എന്താണ്? ഒന്ന് ട്വീക്ക് ചെയ്തു അല്ലേ. കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്യേണ്ടി വന്നു ടു ഫൈൻഡ് ദി റിയൽ ഇക്വേഷൻ അല്ലേ. റിയൽ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് മെനക്കെടേണ്ടി വന്നു. അത്രയല്ലേ ഉള്ളൂ. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ. അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ മൈനസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഇക്വേഷനും നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യണം. റീറൈറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണം. അതാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. പക്ഷെ എന്ന് കരുതി നമുക്ക് സ്കിപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് റീറൈറ്റ് ചെയ്യാം. ആദ്യം ഈ എ റീറൈറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എ റീറൈറ്റ് ചെയ്യുമ്പോൾ പ്ലസിന് പകരം എന്താ? പ്ലസിന് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. സോ ഇവിടെ 6 into 20 എന്ന് വരും. ഇവിടെ 6 into 20. ഇനി മൈനസിന് പകരം ഡിവിഷനാണ്. സോ ഇവിടെ ഡിവൈഡ് ബൈ 12. ഇനി ഡിവിഷൻസ് ആക്ച്വലി സബ്ട്രാക്ഷൻ പകരമാണ്. സോ -7. ഇനി മൈനസ് എന്തിനു വേണ്ടിയാണ്? ഓക്കെ, മൈനസ് എന്തിനു വേണ്ടിയായിരുന്നു? മൈനസ് ഡിവിഷന് വേണ്ടിയായിരുന്നു. സോ 7 ഡിവൈഡ് ബൈ 1. ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ നമുക്കിവിടെ ഈ സ്റ്റെപ്പിൽ 20 ഡിവൈഡ് ബൈ 12 നമുക്ക് ഒരിക്കലും ഒരു ഹോൾ നമ്പറിലേക്ക് കിട്ടത്തില്ല ആൻസർ അല്ലേ. ഹോൾ നമ്പറിലേക്ക് ആൻസർ പോകത്തില്ല. സോ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കി. കാരണം ഫസ്റ്റ് ഹോൾ നമ്പറിലേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഡിവൈഡ് ബൈ 12 നമുക്കൊരു ഹോൾ നമ്പർ കിട്ടുമോ? ഇല്ല, ഹോൾ നമ്പർ കിട്ടില്ല. സോ ഒബ്വിയസ്ലി 38 എന്ന് പറഞ്ഞ ഒരു ഹോൾ നമ്പറിലേക്ക് പോകത്തില്ല. അതൊരു ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡെസിമൽ ആയിരിക്കും അല്ലേ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ കട്ട് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യുമ്പോഴത്തേന് നെഗറ്റീവ് മൈനസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ ആണ് അല്ലേ. സോ 6 ഡിവൈഡഡ് ബൈ 20. ഓക്കെ, ഇതും നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. കാരണം 6 ഡിവൈഡ് ബൈ 20 ആണല്ലേ. 6 ഡിവൈഡ് ബൈ 20 നമുക്ക് ഹോൾ നമ്പർ കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതും തെറ്റാണ്. അവിടെ നിൽക്കട്ടെ. ദെൻ 6 + 20. ഓക്കെ, നമുക്ക് അത് നോക്കാം. 6 into 20. ഓക്കെ, 6 into 20 നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ മൈനസ് അല്ലേ. മൈനസ് എന്തിനു വേണ്ടിയാണ്? മൈനസ് ഡിവിഷന് വേണ്ടിയാണ്. ഡിവിഷൻ എത്ര വരും? 12. ഇവിടെയും അതേ ഇഷ്യൂ ഉണ്ടല്ലേ. ഇവിടെയും അതേ ഇഷ്യൂ, നമ്മൾ നേരത്തെ ഫേസ് ചെയ്ത അതേ ഇഷ്യൂ തന്നെയാണ്. സോ ഇതും കറക്റ്റ് ആയിരിക്കത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? കണ്ണു മുട്ടി ഡി ആണ് ഉത്തരം എന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് വേണ്ട, നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. സോ അങ്ങനെയാണെങ്കിൽ 6 ഡിവിഷന് പകരം നെഗറ്റീവ് ആണല്ലേ വരേണ്ടത്, സബ്ട്രാക്ഷൻ വരേണ്ടത്. സോ 6 - 20 മൾട്ടിപ്ലിക്കേഷൻസ് ഇൻറ്റുവിന് പകരം അഡീഷൻ
12 ദെൻ പ്ലസിന് പകരം എന്താ വേണ്ടേ? പ്ലസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു ഇൻറ്റു 7 ആൻഡ് സബ്ട്രാക്ഷൻ പകരം ഡിവിഷൻ പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇനി 7 ഡിവൈഡ് ബൈ 1 7 തന്നെയാണ് അല്ലേ? സോ 6 മൈനസ് 20 പ്ലസ് 12 ഇൻറ്റു 7 എന്ന് വരും. 12 ഇൻറ്റു 7 എത്രയാ? 12 ഇൻറ്റു 7 84 ആണ് അല്ലേ? സോ 6 മൈനസ് 20 പ്ലസ് 84. 6 മൈനസ് 20 എത്രയാണ്? മൈനസ് 14 ആണ്. മൈനസ് 14 പ്ലസ് 84 വിച്ച് ഇസ് 70. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സി ഇവിടെ കണ്ടോ, ഇവിടെ ഞാൻ ചെയ്ത എന്താ, എൻ്റെ ഞാൻ ചെയ്ത സ്റ്റെപ്പ്, അതായത് നമ്മുടെ ടൈം സേവ് ചെയ്യാൻ വേണ്ടി എടുത്ത സ്റ്റെപ്പ് എന്താ? ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് ഞാൻ നേരെ അങ്ങ് ചെയ്യാനാണോ പോയത്? അല്ല, നേരെ ചെയ്യാനല്ല പോയത്. ഇവിടെയാണ് നമ്മുടെ ഒരു ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ ആ ഇക്വേഷൻ കൊണ്ട് സാധിക്കുമോ എന്ന് ഒറ്റ നോട്ടേ നമുക്ക് ചെയ്യാൻ പറ്റണം. അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഹോൾ നമ്പർ ആവുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മാത്രം മതി. ഓക്കെ, സി അതാണ് നമ്മുടെ ഏറ്റവും എളുപ്പമുള്ള വഴി. അല്ലെങ്കിൽ നമ്മൾ എന്താ പ്രശ്നം എന്താ? ഈ 4 ഓപ്ഷനും ഡി ആണ് ഓപ്ഷൻ. എ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയേനെ. ഇവിടെ ഡി ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും? എയും ബിയും സിയും എല്ലാം മൊത്തം ഓപ്പറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് ആയിട്ടുള്ള കുറച്ച് ലോജിക് ഒന്ന് യൂസ് ചെയ്താൽ മതി. വലിയ ആനബുദ്ധി ഒന്നും ഇതിന് വേണ്ട. ഒരു ചെറിയ ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറ്റും? എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ബി എലിമിനേറ്റ് ചെയ്യാം, സി എലിമിനേറ്റ് ചെയ്യാം, ഡി നമുക്ക് ആൻസർ ചെയ്യാം. ഈവൻ ദോ ആൻസർ നമ്മൾ കുത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓപ്പറേഷൻ ഫുൾ ചെയ്ത് 70 = 70 അടി 2 വര ഈ പറഞ്ഞ സെറ്റപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡി എന്ന ആൻസർ നമുക്ക് തറപ്പിച്ച് കുത്താൻ സാധിക്കും. ബിക്കോസ് എ ബി സി ആൻസർ ആകത്തില്ല എങ്കിൽ ഒബ്വിയസ്ലി ഡി ആയിരിക്കും ആൻസർ. സോ ഈ പറഞ്ഞ ഇക്വേഷൻ നമ്മൾ മുഴുവൻ ചെയ്യേണ്ട. പക്ഷേ നമ്മളൊരു സമാധാനത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് കാര്യമേ ഉള്ളൂ. നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ നമ്മൾ ഈ മോക്ക് ടെസ്റ്റിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? സോ മോക്ക് ടെസ്റ്റ് ബേസിക്കലി എല്ലാ ക്വസ്റ്റിനും കറക്റ്റ് ആക്കണം എന്നുള്ളത് മാത്രമായിരിക്കരുത് നിങ്ങളുടെ എയിം. എങ്ങനെ വേണം നമ്മൾ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ, ഒരു റിയൽ എക്സാമിനേഷൻ സിറ്റുവേഷനകത്ത് എങ്ങനെ വേണം നമ്മൾ ഇതുപോലുള്ള അൺസർട്ടനിറ്റി ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ചിന്തയിൽ വരേണ്ടത്. സോ അതിന് എന്ത് ചെയ്യണം? അതിന് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വലിയ ഐഡിയ കിട്ടും. സോ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഐഡിയ നമുക്ക് ഒരിക്കലും പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇതൊക്കെ എപ്പോഴാണ്? കണ്ടും കേട്ടും ചെയ്തും മനസ്സിലാക്കേണ്ട സംഗതികളാണ് കേട്ടോ. സോ ഇതുപോലുള്ള ഇനി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതേ ഒരു അപ്രോച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഫൈൻ. So next question, which one of the four interchanges in signs and numbers would make the given equation correct? So തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നമുക്ക് കുറച്ച് ഇന്റർചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എപ്പോഴാണ് കറക്റ്റ് ആകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇങ്ങനെയുള്ള ക്വസ്റ്റൻ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ സാധനം ഒന്ന് അറ്റ്ലീസ്റ്റ് എഴുതി നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? 3 പ്ലസും മൈനസും ഇന്റർചേഞ്ച് ആവും അല്ലേ? സോ 3 മൈനസ് ഒറ്റ മിനിറ്റ്. സോ ആദ്യം മൈനസ് ആണ്, പിന്നെ പ്ലസ് ആണ്. ഇങ്ങനെ എടുക്കുക. ഇനി നമ്പേഴ്സ് നോക്കിക്കേ. 2ഉം 3ഉമാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. സോ 2ഉം 3 എന്ന് പറഞ്ഞാൽ ഇവിടെ 2 വരും, ഇവിടെ 5 തന്നെ ആയിരിക്കും, ആൻഡ് ഇവിടെ 3 ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ആൻസർ എത്രയാണ്? 2 - 5 is -3. -3 + 3 = 0. സോ ഇക്വേഷൻ തെറ്റാണ് അല്ലേ? നമുക്ക് 4 കിട്ടണ്ടേ, ഇക്വേഷൻ 0 അല്ലേ കിട്ടിയത്? സോ ഇത് തെറ്റാണ്. ഫസ്റ്റ് വൺ തെറ്റാണ്. ഇനി നമുക്കൊന്നുകൂടെ ചെയ്യാം. ഇവിടെ വീണ്ടും നെഗറ്റീവ് പോസിറ്റീവ്, ഇതിനിടയ്ക്ക് നമ്പർ ഇട്ടെ. നമ്പർ പ്ലേസ് ചെയ്ത് 2ഉം 5 ആണ് ഇവിടെ ഇത്തവണ ഇന്റർചേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ 3 അതുപോലെ തന്നെ ഇട്ടെ. ഇനി എന്ത് ചെയ്യുക? 3 + 5 പകരം 3 - 2 എന്ന് വരും, ആൻഡ് ഇറ്റ് +5 അല്ലേ? സോ ഇവിടെ കണ്ടോ, 3 - 2 is -1, 3 - 2 is -1, ആൻഡ് -1 + 5 എത്രയാണ്? -4 ആണ്. -1 + 5 -4 ആണ്. സോ ഈ ഇക്വേഷൻ ആയിരിക്കില്ല കറക്റ്റ്. ഒന്നുകൂടെ നോക്കാം, അടുത്ത് നോക്കാം. വീണ്ടും നമ്മൾ മൈനസും പ്ലസും ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ദെൻ ഏതൊക്കെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? ഇത്തവണ 3ഉം 5ഉമാണ് എക്സ്ചേഞ്ച് ആകുന്നത് കേട്ടോ. സോ ആദ്യം 5 വരും, 5 - 3 + 2. 5 - 3 എത്രയാണ്? 2. 2 + 2 = 4. സോ ആൻസർ സി. സിമ്പിൾ ആയിരുന്നില്ലേ? ഒന്ന് ഫുൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്താൽ മതി. അതായത് ഒന്നുകൂടെ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ വൃത്തി കാണിച്ചു തരാം. ചിലപ്പോൾ എനിക്ക് തന്നെ എഴുതി വന്നപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ എന്നൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഒന്നുകൂടെ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം. ഫൈൻ. ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? 3 + 5 - 2 = 4 എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താണ്? എല്ലായിടത്തും പ്ലസും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആയിട്ടുണ്ട്. അതായത് പ്ലസിന്റെ സ്പേസിൽ നെഗറ്റീവിന്റെ അല്ലെങ്കിൽ മൈനസും
മൈനസിൻ്റെ പ്ലേസിൽ പ്ലസ് ആണ് വന്നേക്കുന്നത്. അത് മാത്രമാണ് ഇൻ്റർചേഞ്ച് ആവുന്നത് അല്ല, ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് പറഞ്ഞത്. എയത്ത് ഓപ്ഷൻ മാത്രമാണ് പറയുന്നത്. അതിൽ 2ഉം 3യും തമ്മിൽ ഇൻ്റർചേഞ്ച് ആകുന്നു എന്ന് പറഞ്ഞത്. സോ 3യുടെ പൊസിഷനിൽ ആര് വരും 2 വരും, 2ൻ്റെ പൊസിഷനിൽ 3 വരും, 5 കിടന്ന അതേ പൊസിഷൻ തന്നെ കിടക്കും. മനസ്സിലായോ? കത്തിയോ? ഇവിടെ കണ്ടോ 2 - 5 എത്രയാണ്? 2 - 5 -3 ആണ്. -3 + 3 അത് 0 ആണ്. സോ നമുക്ക് ഒരിക്കലും 4 കിട്ടുന്നില്ല. ഹെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഓപ്ഷൻ തെറ്റാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സി ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, തന്നെ ട്രൈ ഔട്ട് ചെയ്യുക. കിട്ടാത്തവരുണ്ട് എങ്കിൽ, അല്ലാത്തവർക്ക് എന്താണ്? അല്ലാത്തവർ ഗുഡ്, ഡൺ ഗ്രേറ്റ് വർക്ക്. ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ അത് തന്നെയാണ്. ഇവിടെ നമുക്ക് ട്വീക്ക് ചെയ്തേക്കാണ് കേട്ടോ. ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ കുറച്ചൊന്ന് ട്വീക്ക് ചെയ്തേക്കാണ്. സോ പ്ലസ് മീൻസ് ഇൻറ്റു മീൻസ് മൈനസ്, ആൻഡ് ദെൻ ഡിവൈഡ് മീൻസ് പ്ലസ് മൈനസ്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒന്നുകൂടെ ഒന്ന് റീറൈറ്റ് ചെയ്യാം. സോ 625 മൈനസിന് വരെ ആരാണ് വരുന്നത്? മൈനസ് മീൻസ് ഓക്കെ മൈനസ് മീൻസ് ഡിവിഷൻ. So 625 divided by 25. Then divide means എന്താണ്? Divide means add. So 25 plus 5. ഇനി plus means into ആണ്. So into 20. Then multiply means to subtract ആണ്. So 20 minus 3. Then വീണ്ടും ഒരു പ്ലസ് 10 വന്നിട്ടുണ്ടല്ലേ. സോ വീണ്ടും into 10 ചെയ്യണം. ഇതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. സോ ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. 625 എന്ന് പറയുമ്പോഴത്തേന് ഡിവൈഡ് ചെയ്ത് നോക്കാം നമുക്ക്. 625 25 250. സോ 25 അല്ലേ? 25 തന്നെ. സോ 25യുടെ സ്ക്വയർ ആണല്ലോ അല്ലേ? ഞാൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തത്. 25 plus 5 into 20 minus 3 into 10. നമുക്ക് ചെയ്യാലോ. ഓക്കെ, 25 plus 5 into 20 എത്രയാണ്? 100. 5 into 20 100 ആണ്. മൈനസ് 3 into 10 എത്രയാണ്? 30 ആണ്. ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. 25 plus 70 ആൻസർ എത്രയാണ്? 95 ആണ്. സിമ്പിൾ അല്ലാത്ത ക്വസ്റ്റ്യൻ. സോ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്താണ്? നമുക്ക് ആ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യണം. ബാക്കി നമ്മൾ നേരത്തെ പഠിച്ച അതേ ബോർഡ് മാസ് ബേസിക് ഓപ്പറേഷൻസ് ആണ് കേട്ടോ. ബേസിക് ഓപ്പറേഷൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഫൈൻ. Then comes 9th question. Okay, ഇവിടെ കണ്ടോ LCM-ന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. 2 numbers are in the ratio 3:4 and a number in the ratio 3:4. Okay, then അവരുടെ LCM തന്നിട്ടുണ്ട്. എത്രയാണ്? 84. സോ നമുക്ക് അറിയേണ്ടത് എന്താണ്? ആ രണ്ട് നമ്പറിലെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫോമുല പറയാം. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് HCF of 2 numbers A and B into LCM of the same 2 number A and B എത്രയാണ്? is equal to that product of the 2 numbers A into B. ഈ ഒരു ഫോമുല അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. LCM 84 ആണ്. റേഷ്യോ 3:4 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എങ്ങനെയായിരിക്കും? 3x-ഉം 4x-ഉം ആയിരിക്കില്ല രണ്ട് നമ്പറുകൾ അല്ലേ? സോ 3x by 4x ഇതാണ് റേഷ്യോ. ഇതിലെ ഏറ്റവും ഏറ്റവും ബിഗ്ഗർ കോമൺ മൾട്ടിപ്പിളിനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് 3:4 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ആരാ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അതായത് 3x by 4x എന്നുള്ളതാണ് നമ്മുടെ രണ്ട് നമ്പർ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പറാണ് 3x-ൻ്റെയും 4x-ൻ്റെയും ഏറ്റവും വലിയ മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫാക്ടർ. മൾട്ടിപ്പിൾ അല്ല, ഏറ്റവും വലിയ ഫാക്ടർ അല്ലേ? ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ എത്രയാണ്? 4/60. ഇവരെ റേഷ്യോ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? കട്ട് ചെയ്യും അല്ലേ? 4 വെച്ച് കട്ട് ചെയ്യും, വിച്ച് ഇസ് 1/4. സോ റേഷ്യോ 1/4 ആണ്. നമ്പേഴ്സ് എന്തായിരുന്നു? 4ഉം 16ഉം ആണ്. അതിൻ്റെ അർത്ഥം എന്താ? 4ഉം 16ൻ്റെയും ഏറ്റവും വലിയ കോമൺ ഫാക്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെയല്ലേ 1/4 വന്നത് അല്ലേ? മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പറയാം. മനസ്സിലായെങ്കിൽ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. 9/72. 9/72 ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടെ 9ന്റെ ഏറ്റവും വലിയ ഫാക്ടർ 9 തന്നെയാണ്. രണ്ടുപേരുടെ കോമൺ കേട്ടോ. 9ന്റെയും 72ന്റെയും ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എത്രയാണ്? 9 അല്ലേ? സോ 9 വെച്ച് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടി? 9/9 1 ആണ്. 72/9 8 ആണ്. സോ ഈ ഇക്വേഷന്റെ റേഷ്യോ ശരിക്കും എന്താണ്? 1:1/8 ആണ്, അല്ലെങ്കിൽ 1:8 ആണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3x into 4x is equal to LCM which is 84 into ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? ഈ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാ ഇവിടെ? 3x-ന്റെ 4x-ന്റെ കേസിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാ? എക്സ് അല്ലേ?
എക്സ് അല്ലേ, ഈ എക്സിനെ നമ്മൾ ഒഴിവാക്കി കഴിയുമ്പോഴല്ലേ റേഷ്യോ 3:4 എന്ന് വരുന്നത് അല്ലേ. സോ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3x ഇൻറ്റു 4x ബൈ എക്സ് ഇസ് ഈക്വൽ ടു 84 എന്ന് എഴുതിക്കൂടെ നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? 12x² എന്ന് വരും അല്ലേ. 12x² ബൈ എക്സ് ഇസ് ഈക്വൽ ടു 84. നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെയും കട്ട് ചെയ്തുകൂടെ? അങ്ങനെയാണെങ്കിൽ 12x ഇസ് ഈക്വൽ ടു 84. അപ്പം എക്സ് എത്ര വരും? എക്സ് 7 ആയിരിക്കും അല്ലേ. എക്സ് 7 ആയിരിക്കും അല്ലേ. 12 5s are 60, പിന്നെ 12 6 are 72 ആൻഡ് 12 7s are 84 അല്ലേ. സോ എക്സ് 7 ആയി. ഇനി എക്സ് 7 കിട്ടി. ക്വസ്റ്റൻ അതാണോ? അല്ല. ക്വസ്റ്റൻ നമുക്ക് എന്താണ്? ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. 3x ഉണ്ട് 4x ഉണ്ട്. ഇതിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ആരായിരിക്കും? ഒബ്വിയസ്ലി 4x ആയിരിക്കും അല്ലേ. സോ 4x വിച്ച് ഈസ് 4 ഇൻറ്റു 7. ആരാണ് 4 ഇൻറ്റു 7? 28. ഓപ്ഷൻ സി. മനസ്സിലായോ? സോ നമ്മൾ ഒന്നും ചെയ്തില്ല. ഈ ഒരു ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തത്. കാരണം LCM SCF ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ എനിക്കറിയാം എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് LCM SCF ഒക്കെ എടുക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അറിയാമെന്ന് വിശ്വസിക്കുന്നു. 2 3 4 നമ്പർ കിട്ടിയാൽ അതിൻ്റെ LCM അതിൻ്റെ HCF ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലാണ് കേട്ടോ. ഇതൊരു LCMൻ്റെയും HCFൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻ ആണ്. ഒന്ന് ചിന്തിച്ചാൽ മതി, ഒന്നിരുന്ന് ചിന്തിച്ചാൽ സംഗതി കിട്ടി. 3:4 എന്നാണ് റേഷ്യോ. 3. സോ ശരിക്കുള്ള നമ്പർ എന്താണ്? 3x 4x. അതായത് അവരുടെ ഏറ്റവും വലിയ കോമൺ മൾട്ടിപ്പിളിനെ എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു ഫ്രാക്ഷൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഫോം, അതായത് റേഷ്യോ കിട്ടുന്നത്. അതെ, ഇതല്ലേ സത്യം. അതായത് 4/16 എന്ന് പറഞ്ഞ നമ്പറിന്റെ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ആരാണ്? 4 ആണ്. സോ അവനെ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവനെ വെച്ച് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ആ നമ്പറിന്റെ റേഷ്യോ അല്ലേ. അങ്ങനെയാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത 1/4 1/8 നമുക്ക് കിട്ടുന്നത് ആസ് എ റേഷ്യോ. അതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി കംപ്ലീറ്റ് ചെയ്തുകൂടെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തു. HCF ആണ് ഹയസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. സോ 3x-ന്റെ 4x-ന്റെ ഏറ്റവും വലിയ മൾട്ടിപ്പിൾ ആരായിരിക്കും? x തന്നെയായിരിക്കും. സോ 3x ഇൻറ്റു 4x ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF. LCM തന്നിട്ടുണ്ട് 84, HCF നമുക്കറിയാം x. ബാക്കി നമുക്ക് കണ്ടുപിടിച്ചാൽ പോരായിരുന്നോ? സിമ്പിൾ അല്ലേ? ഫൈൻ, ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. പ്രൊഡക്റ്റ് ഓഫ് 2 കോപ്രൈം നമ്പർ ഈസ് 117. ഫൈൻ ദെയർ LCM. ഓക്കെ, ഇനി എന്താ കോപ്രൈം? പ്രൈം നമ്പർ നമുക്കറിയാം അല്ലേ. പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ആ നമ്പറിന് 1ഉം ആ നമ്പറും മാത്രമായിരിക്കും ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് അല്ലേ. സേ ഫോർ എക്സാമ്പിൾ 7ന്റെ ഫാക്ടേഴ്സ് 1ഉം 7ഉം മാത്രമാണ്. അല്ലെങ്കിൽ 19 1ഉം 19ഉം മാത്രമാണ്. സോ ഇതാണ് പ്രൈം നമ്പേഴ്സ്. എന്താണ് കോപ്രൈം നമ്പേഴ്സ്? കോപ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ 2 നമ്പറുകൾക്ക് ഏതൊക്കെ സെറ്റ് ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പർ എടുക്കുക, ആ 2 നമ്പറിന് 1 മാത്രമായിരിക്കണം കോമൺ ഫാക്ടർ ആയിട്ട് വരുന്നത്. ഉദാഹരണത്തിന് 4ഉം 7ഉം എടുത്തേ. 4ന്റെ ഫാക്ടേഴ്സ് എഴുതിക്കേ. 1 2 4. ഇനി 7 നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 1ഉം 7ഉം മാത്രമേ ഉള്ളൂ. ഈ 2 നമ്പറുകൾ 4ഉം 7ഉം എന്ന 2 നമ്പേഴ്സിൽ കോമൺ ആയിട്ട് ഏത് നമ്പർ ഉള്ളത്? 1 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് 4 and 7 ആർ കോപ്രൈം. ഇവന്മാർ കോപ്രൈം ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അഥവാ തിരിച്ചൊന്നും ചിന്തിച്ച് നോക്കിക്കേ. ഉദാഹരണത്തിന് 12ഉം 20. 12ന്റെ ഫാക്ടേഴ്സ് എഴുതിക്കേ. 1 2 3 4 10 and 12. ഓക്കെ, 20 എഴുതിക്കേ. 1 2 4 5 10 20. ഇവിടെ കണ്ടോ? 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 4 കോമൺ ആണ് അല്ലേ. 10 കോമൺ ആണ്. സോറി 10 അല്ല, സോറി ഇവിടെ ഞാൻ തെറ്റിപ്പോയാണ് കേട്ടോ. 2 ഇവിടെ 6 ആണല്ലേ, ഇവിടെ 6 ആണ്. ഐം സോറി. സോ 3 നമ്പേഴ്സ് ഉണ്ട്. 1 അല്ലാതെ തന്നെ 2 നമ്പറും കോമൺ ആണ്. സോ നമുക്ക് 12ഉം 20ഉം കോപ്രൈം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ദേ വിൽ നോട്ട് ബി കോപ്രൈം. സോ എനി 2 പ്രൈം നമ്പേഴ്സ് വിൽ ഓൾവേസ് ബി കോപ്രൈം. ഏത് 2 പ്രൈം നമ്പർ എടുത്തേ? ഇപ്പോൾ 7ഉം 13ഉം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 7ഉം. 13ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 13ഉം അല്ലേ. സോ ഇവിടെ എന്താണ്? 1 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. 1 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? 7ഉം 13ഉം കോപ്രൈം ആണ്. സോ 2 പ്രൈം നമ്പർ എപ്പോഴും കോപ്രൈം ആയിരിക്കും. അത് ഒന്നാമത്തെ ടേക്ക് അവേ. ഇനി 2 ഈവൻ നമ്പർ ഒരിക്കലും കോപ്രൈം ആയിരിക്കില്ല. അത് മറ്റൊരു ടേക്ക് അവേ ആണ് അല്ലേ. കാരണം 2 ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ 1 അല്ലാതെ 2 എന്ന നമ്പറും കോമൺ ആയിരിക്കും. സോ കോപ്രൈം എന്താണ് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് കോപ്രൈമിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ വിൽ ബി 1. 2 കോപ്രൈം നമ്പറിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആരാണ്? 1 ആയിരിക്കും അല്ലേ. 1 ആയിരിക്കും. സോ നമുക്ക് എന്തെഴുതാം? 2 നമ്പേഴ്സ് അല്ലേ. 2 നമ്പേഴ്സ്. ലെറ്റ് ദ 2 നമ്പർ ബി എന്താണ്? ലെറ്റ് ദ 2 നമ്പർ ബി
എ ആൻഡ് ബി, എ ഇൻറ്റു ബി അവരുടെ പ്രൊഡക്റ്റ് 117 ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നേരത്തെ ഒരു ഫോമുല ഞാൻ പറഞ്ഞില്ലായിരുന്നോ, എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു HCF ഓഫ് ദ ടു നമ്പേഴ്സ് അല്ലേ. HCF 1 ആണ്, അപ്പം എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു LCM ഇൻറ്റു 1 അല്ലേ. സോ എ ഇൻറ്റു ബി നമുക്ക് നേരത്തെ അറിയാമല്ലോ, എത്രയാണ് 117. സോ അങ്ങനെയാണെങ്കിൽ LCM എത്രയായിരിക്കും, LCM വിൽ ബി 117. അതായത് if the numbers are co-prime, if the two numbers are co-prime, then their LCM will be the product of the numbers. അതായത് രണ്ട് നമ്പർ co-prime ആണ് എങ്കിൽ അവരുടെ LCM എന്തായിരിക്കും, ആ നമ്പറുകളുടെ പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും. ഡൗട്ട് ഉണ്ടോ? ഇത് കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റൻ ആണ്. നമുക്കൊരു പക്ഷേ PSCയുടെ ഈ ഒരു ട്രെൻഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. എനിക്കൊരു പുതിയ കൺസെപ്റ്റ് ആണ് കോപ്രൈം എങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. കോപ്രൈം പുതിയൊരു കൺസെപ്റ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഒന്നോർത്ത് വെക്കുക. അതായത് രണ്ട് നമ്പേഴ്സ് പ്രൈം ആണെങ്കിൽ ഒബ്വിയസ്ലി ആ രണ്ട് നമ്പേഴ്സും കോപ്രൈം ആയിരിക്കും. ഇനി രണ്ട് നമ്പറുകൾ ഈവൻ ആണ് എങ്കിൽ അത് കോപ്രൈം ആകുമോ? ഇല്ല, അത് ഒരിക്കലും കോപ്രൈം ആകില്ല. കാരണം 1 കൂടാതെ 2 എന്ന നമ്പർ കൂടി അവർക്ക് കോമൺ ആയിട്ട് കാണും. സോ ഹെൻസ് അതായത് രണ്ട് ഈവൻ നമ്പേഴ്സ് ഒരിക്കലും കോപ്രൈം ആയിരിക്കില്ല. ഈ തേർഡ് ടേക്ക് അവേ അല്ലേ, തേർഡ് ടേക്ക് അവേ നമുക്ക് എന്താണ്, 1 മാത്രമായിരിക്കണം. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, രണ്ട് നമ്പർ എഴുതുക, രണ്ട് നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതുക. അതിൽ 1 മാത്രമാണ് കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് എങ്കിൽ ഒബ്വിയസ്ലി ദാറ്റ് ടു നമ്പേഴ്സ് വിൽ ബി കോപ്രൈം. ഓക്കെ, ഹെൻസ് അതിന്റെ അർത്ഥം എന്താ, കോപ്രൈമിന്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ വിൽ ബി 1. ഓക്കെ ആണല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ദ പ്രൊഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഹു ആർ കോപ്രൈം, ദി പ്രൊഡക്റ്റ് വിൽ ബി ഇറ്റ്സ് LCM. അതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല ഇവിടുന്ന്. സോ എത്രത്തോളം പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരൊറ്റ ക്വസ്റ്റിനെ കിട്ടിയെന്ന് ശ്രദ്ധിച്ചേ. ഇതെല്ലാം ഒന്നും ഇനി ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ഒരു എക്സാമിന് വന്നിട്ട് അത് തന്നെ നമ്മൾ ചെയ്ത് മാർക്ക് മേടിക്കുക എന്നുള്ളതൊക്കെ ഒരു ഉട്ടോപ്പിയൻ കൺസെപ്റ്റ് ആണ്. ഒരു പക്ഷേ ഒരു പടി കൂടുതൽ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. എന്നാൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം മതി. എന്തിന്റെ LCM എന്താണെന്ന് അറിയണം, HCF എന്താണെന്ന് അറിയണം, ഈ രണ്ട് നമ്പറുകളുടെ LCM HCF തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്കറിയണം. നമ്മൾ ഇത്രയും പോയിന്റ് ഇവിടെ പഠിച്ചു. അതായത് വൺസ് ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇനി LCM HCF ഒന്നും ഒരു ഡൗട്ടും ഉണ്ടാകരുത്. ഓക്കെ ആണല്ലോ. സോ ഈ 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ അറിയാത്തവരുണ്ട് എങ്കിൽ ഈ ക്ലാസ്സിന് ശേഷം അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. സോ ഫൈൻ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റു കുറച്ച് ക്വസ്റ്റൻസുമായിട്ട് ഇനി മീറ്റ് ചെയ്യാം. സോ ബാക്കിയുള്ള ക്വസ്റ്റൻസ് ഇനി ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു. ഹായ് ഓൾ. നമ്മൾ ഇന്ന് കുറച്ച് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് എറേഴ്സ്. നൗണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണ് എറേഴ്സ് ഉള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, യെസ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ, 8 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ എന്തൊക്കെ എറേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എറർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. യൂഷ്വലി നമുക്ക് എക്സാമിന് വരുന്ന കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നൗണിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ കൂടെ നമുക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ നോക്കി പോവാം. ഫസ്റ്റ് വൺ, മൈ സിസ്റ്റർ has read pages after pages of the Bible. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഇങ്ങനെ ഒരു സെന്റൻസ് വരുവാണ്. ഒരു എറർ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് നോക്കാം. മൈ സിസ്റ്റർ ഹാസ് റെഡ് പേജസ് ആഫ്റ്റർ പേജസ് ഓഫ് ദ ബൈബിൾ. ഇവിടെ പേജസ് ആഫ്റ്റർ പേജസ്, ഈ പേജസ് എന്ന നൗണ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയാൻ പോകുന്ന ഒരു റൂൾ ആണ് കേട്ടോ. പേജസ് എന്ന നൗണ് 2 പ്രാവശ്യം ഇവിടെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 second. ഓക്കെ, യെസ്, ഒരേ നൗണ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഫോമാണ്. അതായത് പേജസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു നൗൺ ആണല്ലേ. ഞാൻ പറഞ്ഞു ഒരേ നൗൺ ആണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 സിമിലർ നൗൺസിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആഫ്റ്റർ എന്നൊരു പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ ഈ ഒരു ഫോം ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് 2 സിമിലർ നൗൺസിനെ ഒരു പ്രിപ്പോസിഷൻ കണക്ട് ചെയ്താൽ, നമ്മുടെ റൂൾ ഇതാണ്, if a preposition connects
two similar nouns, അതാണ് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അതായത് രണ്ട് സിമിലർ ആയിട്ടുള്ള, ഇത് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നൗൺസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ബാധിക്കത്തില്ല. അല്ലെങ്കിൽ പൊസിഷന് പകരം വേറെ എന്തെങ്കിലും ഒരു വേർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ വേർബ് എന്തെങ്കിലും ആണെങ്കിൽ അവിടെ നമുക്ക് നോക്കുക വേണ്ട. പക്ഷെ റൂൾ ഇതാണ്, രണ്ട് സിമിലർ നൗൺസിനെ ഒരു പ്രിപ്പോസിഷൻ കണക്ട് ചെയ്താൽ അവിടെ യൂസ് ചെയ്യുന്ന നൗൺസ് രണ്ടും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ആൻഡ് വേർബും സിംഗുലർ ആയിരിക്കണം. അപ്പോ ഇവിടെ എങ്ങനെ വരും? മൈ സിസ്റ്റർ ഹാസ് റെഡ് പേജ് ആഫ്റ്റർ പേജ് ഓഫ് ദ ബൈബിൾ എന്നാണ്. പേജസ് ആഫ്റ്റർ പേജസ് അല്ല, ഇറ്റ്സ് പേജ് ആഫ്റ്റർ പേജ്. ഓക്കെ, അപ്പോ ഈ നൗണ് സിംഗുലർ ആയിട്ടാണ് എടുക്കുക. സോ നമ്മൾ പേജസ് ആഫ്റ്റർ പേജസ് അല്ല, പേജ് ആഫ്റ്റർ പേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്തത്, the prime minister was asked to write a foreword to the book. ഇവിടെ എന്താണ്? യെസ്, എന്തെങ്കിലും എറർ ഉണ്ടോ? The prime minister was asked to write a foreword to the book. ഫോർവേഡ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ പറയാണ് ഗോ ഫോർവേഡ്, മുന്നോട്ട് പോവുക എന്നൊക്കെ പറയാം അല്ലേ? സോ ഇവിടെ അതാണോ? ടു റൈറ്റ് എ ഫോർവേഡ് അല്ല, ഈ നൗണിന്റെ സ്പെല്ലിംഗ് ആണ് തെറ്റ്. ഓക്കെ, ഇവിടെ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്പെല്ലിംഗ് ആണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. ഇവിടുത്തെ എന്തായിരിക്കും കറക്റ്റ് സ്പെല്ലിംഗ് നമ്മൾ കൊടുക്കേണ്ടത്? ഫോർവേഡ്. അതായത് സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് എഴുതണം, FOREWORD, ഫോർവേഡ്. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? പ്രിഫേസ് എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു പ്രിഫേസ് എഴുതാനായിട്ട് പറഞ്ഞു അദ്ദേഹത്തിനോട്, അതാണ് മീനിങ്. അപ്പോ കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം നമുക്ക് നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു എറർ ഉള്ളതായിട്ട് തോന്നും. ഇപ്പൊ നിങ്ങൾക്ക് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ എറർ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിലാണ് എറർ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലാണ് എറർ. എറർ ആ ഒരു പാർട്ടിലാണെന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതി. പക്ഷേ ഫില്ലേഴ്സ് ആയിട്ടാണ് വരുന്നതെങ്കിൽ, അപ്പൊ നമുക്ക്, അല്ലെങ്കിൽ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഒക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ വേർഡ് നമ്മൾ മാറ്റിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആൻസർ ഉൾപ്പെടെ പറയുന്നത് കേട്ടോ. യെസ്, ദ പ്രൈം മിനിസ്റ്റർ വാസ് ആസ്ക്ഡ് ടു റൈറ്റ് എ ഫോർവേഡ് ടു ദ ബുക്ക്. ഫോർവേഡ് സ്പെല്ലിംഗ് തെറ്റാണ്, പ്രിഫേസ്. ഓക്കെ, പ്രിഫേസ് എന്ന ഫോർവേഡ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ? ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഞാൻ ഇടയ്ക്ക് ബാക്കിലേക്ക് നോക്കുന്നത് നമ്മുടെ വീഡിയോ സ്റ്റക്ക് ആയോ എന്നാണ്. ഇല്ല, ഓക്കെ. അടുത്തത് നമുക്ക് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, the long distance train which met with an accident was carrying some army personnel. ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, പേഴ്സണൽ. പേഴ്സണൽ, പേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്താണ്? പേഴ്സണൽ, ആർമി പേഴ്സണൽ. പേഴ്സണൽ അല്ല, പേഴ്സണൽ ആയിട്ട് പറയാന്നൊക്കെ പറയല്ലേ, അതല്ല. ഇവിടെ എന്താണ്? ഇവിടെയും പേഴ്സണൽ, ഈ പേഴ്സണൽ അല്ല യൂസ് ചെയ്യേണ്ടത്. പിന്നെയോ PERSONNEL, ഈ പേഴ്സണൽ ആണ് വരേണ്ടത്. വിച്ച് മീൻസ് ഒരു സ്റ്റാഫ്. സ്റ്റാഫ് എന്നാണ് അതിനർത്ഥം. ആ സ്റ്റാഫ്, ആർമി സ്റ്റാഫ് എന്നാണ് അതിന് മീൻ ചെയ്യുന്നത്. സോ ഇവിടെയും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള നൗൺ തന്നെ കൊടുക്കാം. The long distance train which met with an accident was carrying some army personnel. അതിന്റെ സ്പെല്ലിംഗ് ആണ് തെറ്റ്, സ്റ്റാഫ്. സ്റ്റാഫ് എന്ന മീനിങ് വരുന്ന ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അടുത്തത്, the young men from Japan found the ascent of the mountain hard going. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? യെസ്, യെസ്, ഇവിടെയും സ്പെല്ലിംഗ് തന്നെയാണ് എറർ. ഏതാണ്? ഏതിന്റെ സ്പെല്ലിംഗ് ആണ്? The young men from Japan found the ascent of the mountain. ഇവിടെ എന്താണ് എറർ? എന്താണ്? സ്പെല്ലിംഗ് തെറ്റാണ്. സ്പെല്ലിംഗ് എന്ത് വരണം? ASCENT, ascent, which means to climb the summit of the mountain. അല്ലേ? ആ ഒരു ഈ പറയുന്ന മൗണ്ടൻ ക്ലൈംബ് ചെയ്ത് കയറാനായിട്ട് പാടാണെന്നാണ് ഈ പറയുന്ന ആ ഒരു സെന്റൻസ് മീൻ ചെയ്യുന്നത് അല്ലെ? സോ ടു ക്ലൈം എന്നതാണ് കറക്റ്റ് ആയിട്ട് ഉള്ള മീനിങ്. ടു ക്ലൈം ടു ദ സബ്മിറ്റ്. ഓക്കെ, യെസ്. ഇപ്പൊ ക്ലിയർ ആണല്ലോ? സ്പെല്ലിംഗ് വരെ നമുക്ക് എറർ തരാം. അതായത് നമുക്ക്
ഇങ്ങനത്തെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, വൊക്കാബുലറി മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിലും അവിടെ വൊക്കാബുലറി എന്നൊരു കാര്യം നമ്മുടെ സിലബസിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും വരാം. സിനോണിം ആയിട്ടോ ആനോണിം ആയിട്ടോ അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ ഇഡിയം ആയിട്ടോ എങ്ങനെ വേണേ വരാം. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു എററും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പിന്നെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആ പാർട്ട് ഏതാണെന്ന് മനസ്സിലാകാം. അതും എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മാത്രം, ഫില്ലേഴ്സ് ആണെങ്കിൽ നമുക്ക് അത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ എല്ലാം. അടുത്ത നമുക്ക് നോക്കാം. The items I liked most were the rosewood carvings and the teakwood furnitures of Dutch design. The items I liked most were the rosewood carvings and the teakwood furnitures of Dutch design. എപ്പോഴും പറയുന്ന ഒരു എററാണ് ഇത്. നൗണ് ബേസിക് ആയിട്ടുള്ള പോർഷൻ, ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയില്ല, നൗണിന്റെ വളരെ ബേസ് മാത്രം പഠിച്ചിട്ടുള്ള ആൾക്കാണെങ്കിലും ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് ഇവിടെ എറർ? യെസ് അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു കാര്യം എവിടെയെങ്കിലും ഒരു തവണ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ എന്താണ് എറർ എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഫർണിച്ചേഴ്സ് എന്നൊരു വേർഡ് ഉണ്ടോ ഇംഗ്ലീഷിൽ? ഇല്ല, ഫർണിച്ചർ എന്നേ പറയുള്ളൂ. നമുക്ക് ഇംഗ്ലീഷിൽ ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല, ഫർണിച്ചർ എന്നേ ഉള്ളൂ. അത് സിംഗുലർ നൗൺ ആണ്, അതിന് പ്ലൂറൽ ഫോം ഇല്ല. നോ പ്ലൂറൽ ഫോം, ഇറ്റ്സ് സിംഗുലർ. സിംഗുലർ മാത്രമേ ഉള്ളൂ, പ്ലൂറൽ ഫോം ഇല്ല. ഓക്കെ, സോ ഫർണിച്ചർ മാത്രമാണ്. അങ്ങനത്തെ ഒരുപാട് വേർഡ്സ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? എക്യുപ്മെന്റ്, മെഷീനറി, ഇങ്ങനത്തെ വേർഡ്സിനൊന്നും പ്ലൂറൽ ഫോം ഇല്ല. ഇതൊക്കെ സിംഗുലർ മാത്രമാണ്. ഇങ്ങനത്തെ വേർഡ്സ് എവിടെ കണ്ടാലും അത് സിംഗുലർ ആണെന്ന് മനസ്സിലാക്കുക, അതിനോട് യൂസ് ചെയ്യുന്ന വേർബും സിംഗുലർ ആക്കുക. അപ്പൊ ഈ വേർഡ്സിന്റെ പ്രത്യേകത ഇതൊക്കെയാണ്. ഓക്കെ, സിംഗുലർ ആയിട്ടുള്ള വേർഡ്സ് ആണ്, സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്, സിംഗുലർ നൗൺസ് ആണ്, അതിനോട് സിംഗുലർ വേർബ് യൂസ് ചെയ്യാം. ഇത് പിന്നെ നമുക്ക് കുറച്ചുകൂടി കിട്ടാൻ എളുപ്പമാണ്. അതായത് ഇപ്പോഴത്തെ ഈ സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൗൺസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നൗണിന്റെ എവിടെയെങ്കിലും എറർ ഉണ്ടോ നോക്കിയാൽ മതി. പക്ഷെ എക്സാമിന് അങ്ങനെ ആയിരിക്കില്ല, എല്ലാം തരും. നൗൺ, അഡ്ജക്റ്റീവ്, അഡ്വർബ് എല്ലാം തരും. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്ര എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. അപ്പോ ഫർണിച്ചർ സിംഗുലർ അല്ല, സിംഗുലർ മാത്രമുള്ള ഒരു നൗൺ ആണ്. ഇപ്പോഴും പല കടകളുടെ ഫ്രണ്ടിലും തെറ്റിച്ച് എഴുതി വെച്ചിരിക്കുന്നതാണ് all types of furnitures are available here. All types of furnitures അല്ല, all type of furniture. Okay, അതായത് ഫർണിച്ചേഴ്സ് അല്ല. നമുക്കിപ്പോ കുറെ സോഫാസ്, കുറെ ടേബിൾസ്, ഇതെല്ലാം കൂടെ ഉള്ളതാണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. അവിടെ ഫർണിച്ചേഴ്സ് എന്ന് നമ്മൾ പറയില്ല. ക്ലിയർ ആണല്ലോ? 6th one. When the football team walked onto the field, the crowd burst into applause, but some cheers were heard too. Yes, 6th one. എന്തെങ്കിലും എറർ ഉണ്ടോ? But some ഇവിടെ when the football team walked onto the field, the crowd burst into applause, but some cheers were heard too. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? സെന്റൻസിൽ രണ്ട് ഒപ്പോസിംഗ് ഐഡിയ പറയുന്നുണ്ട്. അതായത് നമുക്ക് നോക്കാം. when the football team walked onto the field, the crowd burst into applause. അതായത് ഈ പറയുന്ന ഫുട്ബോൾ ടീം ഫീൽഡിലേക്ക് പോയപ്പോൾ ആ ക്രൗഡ് ഫുള്ളും വളരെ അവരെങ്ങനെ എന്താ പറയാ, അവരെ ഇങ്ങനെ അപ്ലൂസ് മീൻസ് ആ ഒരു ആഘോഷം, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വളരെ ആരവത്തോടു കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ ജൈവിളികൾ മുഴക്കുന്നു അല്ലേ? ബട്ട് സം ചിയേഴ്സ് വർ ഹേർഡ് ടു. ഇവിടെ ബട്ടിന് പകരം ആൻഡ് എന്നായിരുന്നെങ്കിൽ ആ സെന്റൻസിൽ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ആൻഡ് സം ചിയേഴ്സ് വർ ഹേർഡ് ടു അങ്ങനെയായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? അപ്ലൂസ്, അതായത് വലിയൊരു കയ്യടി കൊടുക്കുകയാണ്. അവരെ വലിയൊരു കയ്യടിയോട് കൂടിയാണ് ഇവരെ സ്വീകരിക്കുന്നത് അല്ലെ? ആ ഒരു ക്രൗഡ് ഫുള്ള് വലിയൊരു കയ്യടിയോട് കൂടി അത്രയ്ക്ക് അവരെ ഇഷ്ടമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ഇഷ്ടമായതുകൊണ്ട് തന്നെ അത്ര കയ്യടിയോട് കൂടി തന്നെയാണ് ഇവരെ സ്വീകരിക്കുന്നത്. ബട്ട് സം ചിയേഴ്സ് ആണോ? അല്ല, കയ്യടികൾ അത്രയും ഉണ്ടെങ്കിലും, അത്ര ആരവമുണ്ടെങ്കിലും ചില അബ്യൂസസ് കേട്ടിട്ടുണ്ട്. കാരണം അപ്ലോസ് എന്ന് പറയുമ്പോഴും ചിയേഴ്സ് എന്ന് പറയുമ്പോൾ, അവരെ ചിയർ ചെയ്തു എന്ന് പറയുമ്പോഴും അത് രണ്ടും ഒരേ ഐഡിയ ആണ് വരുന്നത്. അപ്പോ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വരണം. അബ്യൂസ് തന്നെ വേണ്ട, ഏത് വേർഡ് ആണെങ്കിലും അവിടെ നെഗറ്റീവ് ആയിട്ട് ഇതിന് ഒപ്പോസ് ചെയ്ത് വരുന്ന ഏത് വേർഡ് ആണെങ്കിലും നമുക്ക് ചേർക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ അവിടെ അബ്യൂസ് എന്ന് എഴുതിയേ ഉള്ളൂ, ചിയേഴ്സ് ഇല്ല. ബട്ട് സം അബ്യൂസസ് വർ ഹേർഡ് ടു. ഓക്കെ, സോ ഓർക്ക, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയ ആയിട്ട് വരും. അപ്ലൂസ്, അവര് നല്ല കയ്യടിയോട് കൂടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പക്ഷെ
കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് പേര് വിളിച്ചു പറഞ്ഞു എന്ന മീനിങ് ആണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് 6 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത നോക്കാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് വീഡിയോ ഒന്ന് നോക്കിക്കോട്ടെ. യെസ്, ഓക്കെ. കാരണം ചില സമയത്ത് ഒരു ചെറിയ ഒരു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് സ്റ്റക്കാവും. ഓക്കെ, നോക്കാം. അടുത്തത്, ദ ലോയർ ആസ്ക്ഡ് ദി complainant to put his sign on this paper. പരാതിപ്പെട്ട ആളോട് അല്ലെങ്കിൽ പരാതിക്കാരനോട് ഈ ലോയർ പറഞ്ഞു അവിടെ നിന്ന് സൈൻ ചെയ്യാൻ. യെസ്, സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ വേർബാണ്. പുട്ട് ഹിസ് സൈൻ അല്ല, അവന്റെ സൈൻ ഇടാനല്ല പറയുന്നത്. സൈൻ എന്ന് പറഞ്ഞാൽ ഒരു വേർബാണ്. ഇപ്പൊ നമ്മൾ പറയും ട്രാഫിക് സൈൻസ് എന്നൊക്കെ പറയും അല്ലേ, അതാണെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ സൈൻ കാണിച്ചു എന്നൊക്കെ പറയാം, എനിക്ക് അതിനൊരു സൈൻ കിട്ടി എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒപ്പിടുക എന്ന് നമ്മൾ പറയുമെങ്കിൽ അതിന്റെ മീനിങ് സിഗ്നേച്ചർ എന്ന് തന്നെ നമ്മൾ എഴുതണം. ഒപ്പിടുക എന്നാണ് നമ്മൾ അവിടെ മെയിൻ ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ആയിട്ട് സിഗ്നേച്ചർ എന്ന് തന്നെ നമ്മൾ കൊടുക്കണം. സിഗ്നേച്ചർ. Okay, അതാണ് correct ആയിട്ടുള്ള noun. So the lawyer asked the complainant to put his signature on the paper. Signature എന്നാണ് correct ആയിട്ടുള്ള noun. ഇങ്ങനത്തെ questions ഇതൊക്കെ previous year questions ആണ്, അപ്പോൾ ഓർക്കുക കേട്ടോ. Then അടുത്തത് 8th one, നമ്മുടെ last question. The beautiful surrounding of the place enchanted me. Yes. The beautiful surrounding of the place enchanted me. എന്താണ് ഇവിടെ? The beautiful surrounding ആണോ? അല്ല. The beautiful surrounding എന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെയോ the beautiful surroundings. The beautiful surroundings. Surrounding അല്ല, surroundings എന്നാണ് നമ്മൾ പറയുന്നത്. Surroundings. Okay, surroundings എന്നേ നമ്മൾ പറയുള്ളൂ. It's not surrounding. അപ്പൊ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നത്. നമുക്ക് ഇതിന്റെ മീനിങ് ഒക്കെ കറക്റ്റ് ആയിട്ട് അറിയാവുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ഒക്കെ അറിയാവുന്നതായിരിക്കും. പക്ഷെ പെട്ടെന്ന് ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാകുന്ന പാടാണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതാണ് എപ്പോഴും പറയുന്നത്, മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മറക്കില്ല. നമുക്ക് അങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ കണ്ടു, ഫർണിച്ചറിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടു. ഇത് നമുക്ക് വൺസ് നമ്മൾ ചെയ്തു, ആദ്യം ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു. തെറ്റിപ്പോയാലും ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ലെ? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത് അല്ലെ? ഒരു തവണ നമ്മൾ ചെയ്തു, അത് തെറ്റിപ്പോകുന്നെങ്കിൽ പോട്ടെ. പക്ഷെ അങ്ങനെ തെറ്റിപ്പോയി നമ്മൾ ശരിയാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലുണ്ടല്ലോ, പിന്നീട് എപ്പോ നമുക്കത് ഏത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ നമ്മളത് തെറ്റിക്കില്ല. അപ്പൊ മാത്സ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ, ഇപ്പൊ നമ്മൾ വേറെ സബ്ജക്ട് ഒക്കെ എടുക്കുകയാണ്, ഇപ്പൊ ഞാൻ പറയുകയാണ് മാത്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം തെറ്റാം. പക്ഷെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. വൺസ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറക്കില്ല. നിങ്ങൾ തെറ്റിച്ചിട്ട് പിന്നെ അത് പഠിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അതിനുവേണ്ടി തെറ്റിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. അപ്പോ അതൊന്ന് ഓർക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മൾ 8 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ അധികം ഒന്നും നമ്മൾ നോക്കുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, സോ ഈ പറയുന്ന സറൗണ്ടിങ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സറൗണ്ടിങ് സിംഗുലർ. ഓക്കെ, സറൗണ്ടിങ്സ് നമുക്ക് ഒരു എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ പറയുവാണ്, ഒരു മൊത്തത്തിലുള്ളൊരു സെറ്റിംഗ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഒബ്ജക്റ്റിന്റെ എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ ഒരു എൻവയോൺമെന്റ്, അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ എൻവയോൺമെന്റ് ഒക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു എൻവയോൺമെന്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ഒരു ഓവറോൾ സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓവറോൾ അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സറൗണ്ടിങ്സ് ആണ് എടുക്കുന്നത്. ഓവറോൾ ആയിട്ടുള്ള യെസ്, ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്നത് സറൗണ്ടിങ്സ് ആണ്. ഈ സറൗണ്ടിങ് എന്ന് പറയാറുണ്ട് എപ്പോഴാണ്? യെസ്, ഈ പറയുന്ന സറൗണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എപ്പോഴായിരിക്കും?
കറക്റ്റ് ആയിട്ട് മറ്റേ സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ. പക്ഷേ സറൗണ്ടിങ് എന്ന് പറയുന്നത് സറൗണ്ടഡ് ടു ഇന്ന പീപ്പിൾ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ ദ സറൗണ്ടിങ് ബിൽഡിംഗ് വാസ് വെൽ മെയിൻറ്റൈൻഡ് എന്ന് പറഞ്ഞതാണ് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിംഗ് എന്ന് മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ജനറൽ ആയിട്ടുള്ള എൻവയോൺമെന്റും, ബാക്കി എന്ന് പറഞ്ഞാലോ സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന, ഇവിടെ പോയി പെണ്ണ് പോയി ഇല്ല, സറൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന, അറൗണ്ട് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അറൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഇമ്മീഡിയറ്റ് അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ സ്പെസിഫൈ ചെയ്ത് പറയാം. വാട്ട് ഈസ് ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ അല്ലെങ്കിൽ അറൗണ്ട്. ഫോക്കസിങ് ഓൺ what is immediately around. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആൻസേഴ്സ് പറയാം. ഓക്കെ, അത്രേ ഉള്ളൂ. That's it. Thank you. Bye bye. Okay.